കെ ഡ്രാമയെ ലോകത്തിന് മുന്നിൽ എടുത്തുയർത്തിയ മെയിൻ ഐറ്റം. നെറ്റ്ഫ്ലിക്സിൽ വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഏറ്റവും അധികം ആൾക്കാർ കണ്ട നമ്പർ 1 സീരീസ് സ്ക്വിഡ് ഗെയിം. ആദ്യ സീസൺ എവിടെ വെച്ചാണോ നിർത്തിയത് അവിടെ നിന്ന് തന്നെയാണ് സീസൺ 2 തുടങ്ങുന്നത്. അതേ എയർപോർട്ടിൽ നിന്നും. മുമ്പിലുള്ള ആ പ്ലെയിനിൽ കയറി പോകുന്നതാണ് നിനക്ക് നല്ലതെന്ന ഫ്രണ്ട്മാന്റെ ഭീഷണി കേട്ടിട്ടും അത് വകവയ്ക്കാതെ തിരികെ നടക്കുന്ന സിയോങ് ജിഹാനെ വീണ്ടും അയാൾ വിളിക്കുകയാണ്. നിന്റെ ഈ തീരുമാനമോർത്ത് നീ ദുഃഖിക്കും, ആ പ്ലെയിനിൽ കയറി പോകേണ്ടതായിരുന്നു എന്നെല്ലാം പറഞ്ഞുകൊണ്ട്. എന്നാൽ ജിഹാനോ തന്റെ ട്രോമയും ദേഷ്യവും എല്ലാം കടിച്ചമർത്തി പേടിച്ചൊളിയുന്ന എലിയെ പോലെ നിൽക്കാതെ ധൈര്യമുണ്ടെങ്കിൽ മുന്നിൽ വരാനും എത്രയൊക്കെ വിളിക്കാൻ ശ്രമിച്ചാലും നിന്നെ കണ്ടുപിടിച്ചിരിക്കും എന്ന് അവസാനിപ്പിച്ച് ടാക്സി പിടിച്ച് സിയോളിലേക്ക് തിരിച്ചെത്തി ആദ്യം തന്നെ ഒരു ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് കത്തി വാങ്ങുകയാണ്. കാരണം തന്റെ ചലനങ്ങളെല്ലാം അവർ നിരീക്ഷിക്കുന്നുണ്ടെന്ന് എയർപോർട്ടിൽ വെച്ച് വന്ന കോളിലൂടെ ജിഹാന് മനസ്സിലായി. തീർച്ചയായും അപ്പോൾ ശരീരത്തിൽ എവിടെയോ ഒരു ട്രാക്കർ ഘടിപ്പിച്ചിരിക്കണം. അത് നോക്കാനായി കത്തിമേടിച്ച് തൊട്ടടുത്ത നിമിഷം തന്നെ ഒരു പബ്ലിക് റെസ്റ്റ് റൂമിൽ പോയി നഗ്നനായി നിന്ന് ശരീരമൊട്ടാകെ തൊട്ടു പരതുന്നു. ഒടുവിൽ അത് കണ്ടെത്തുന്നു, ഒരു മുഴ, അതും ചെവിയുടെ പിറകിൽ. പ്ലേയേഴ്സിന്റെ വിവരങ്ങൾ കളക്ട് ചെയ്യാൻ സ്ഥാപിച്ച അതേ ട്രാക്കർ. കത്തി ഉപയോഗിച്ച ആ ഭാഗം കയറി ട്രാക്കർ പുറത്തെടുത്ത പാടെ ഡ്രെയിൻ ചെയ്യുമ്പോൾ ജുൻഹോ അയാൾ രക്ഷപ്പെട്ടിരിക്കുന്നു. മഹാഭാഗ്യം. ആശുപത്രി കിടക്കയിൽ കിടക്കുന്ന അയാൾ കണ്ണ് തുറക്കുന്നതോടെ കഥ ആരംഭിക്കുകയാണ്. ഒന്നും തീർന്നിട്ടില്ല, ഇനി തുടങ്ങാൻ പോണേയുള്ളൂ. 2 കൊല്ലം കഴിഞ്ഞിരിക്കുന്നു. ജുൻഹോ ഇപ്പോൾ ഒരു ട്രാഫിക് പോലീസ് ഓഫീസറാണ്. വലിയ ഒരു വിപത്തിന്റെ വേരിറക്കാൻ നടന്നയാൾ ഇപ്പോൾ ഹെൽമെറ്റ് ധരിക്കാത്തവരെ പൊക്കി പിഴയടപ്പിച്ച് നടക്കുന്നു. എത്ര നാളിങ്ങനെ നീ നിന്റെ സമയം പാഴാക്കുമെന്ന അയാളുടെ എക്സ് ചീഫും ജുൻഹോയെ തിരുത്താൻ നോക്കുവാണ്. തിരികെ മേജർ ക്രൈം അന്വേഷണത്തിലേക്ക് വരാനും കോസ്റ്റൽ ഗാർഡ്സുമൊത്ത് ആ രഹസ്യദ്വീപിന്റെ എന്തെങ്കിലും ക്ലൂ കണ്ടെത്താനുമൊക്കെ പറയുകയാണ് ജജാങ് മിയോൻ നൂഡിൽസും കഴിച്ചുകൊണ്ട്. ജജാങ് മിയോന്റെ കാര്യം മറന്നിട്ടില്ലല്ലോ അല്ലേ? ചീഫിന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത് അന്ന് ജുൻഹോ ആ ഐലൻഡിൽ നിന്നുകൊണ്ടയക്കാൻ ശ്രമിച്ച ഫോട്ടോസും മറ്റും ഒന്നും അവർക്ക് സെൻഡായിട്ടില്ല. ആ ഫോൺ എന്നാൽ ജുൻഹോയോടൊപ്പം വെള്ളത്തിൽ വീണ് നഷ്ടപ്പെട്ടപ്പോൾ 2 ദിവസം കഴിഞ്ഞപ്പോൾ അയാളെ പാതി ജീവന്റെ ശേഷിപ്പോടെ കണ്ടെത്താനായി. തുടർന്ന് സർവീസിൽ നിന്നും പുറത്താക്കാൻ ഒരുങ്ങിയപ്പോൾ ഈ ചീഫാണ് അതിനെതിരെ നിന്നതും. ആൾക്കാരെ കൊല്ലുന്ന രഹസ്യ ഗെയിംസിന്റെ കഥയൊക്കെ മുകളിലേക്ക് അന്വേഷണത്തിന് വിടണമെങ്കിൽ തെളിവുകൾ അത്യാവശ്യമാണെന്നും അന്ന് കണ്ട പ്രധാനിയുടെ മുഖം ഇപ്പോഴും ഓർമ്മയുണ്ടോ എന്ന് ചീഫ് തിരക്കുമ്പോൾ ഇല്ല എന്ന 2 വാക്കിൽ ഒതുക്കുന്നെങ്കിലും സത്യത്തിൽ അത് വെടിയേറ്റ പാടുപോലെ തന്നെ മായാതെ മനസ്സിലുണ്ട്. തന്റെ സഹോദരൻ ഇൻഹോ. 2 കൊല്ലം കഴിഞ്ഞുള്ള നമ്മുടെ നായകന്റെ സ്ഥിതിയിലേക്കൊന്ന് പോകാം. ലൈറ്റ് ഇടാത്ത ബോർഡുള്ള ഒരു മോട്ടലിന് മുൻപിൽ നിന്ന് അടിയുണ്ടാക്കി പോകുന്ന കപ്പിൾസ്. അവരെ അതേ മോട്ടലിലെ തൻ്റെ അപ്പാർട്ട്മെൻറ്റ് മുറിയിലിരുന്ന് വാച്ച് ചെയ്യുന്ന ജിഹാൻ. അകത്തും പുറത്തുമൊക്കെ CCTV സ്ഥാപിച്ച് അത് നിരീക്ഷിച്ച് നിൽക്കുമ്പോൾ പെട്ടെന്ന് നിർത്താതെയുള്ള ഡോറിലെ തട്ടൽ കേട്ട് ചെന്ന് നോക്കുമ്പോൾ താഴെ സ്ക്വിഡ് ഗെയിമിൻ്റെ ക്ഷണക്കാർഡ്. കഥ തുറക്കുമ്പോൾ ഫ്രണ്ടിൽ ഫ്രണ്ട്മാൻ. ഇതാണോ വേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് ഗെയിമിലെ ഫൈനലിസ്റ്റുകളായിരുന്ന സാങ്കുവിൻ്റെയും സെബോക്കിൻ്റെയും തലയുമായി. ഇതുകൊണ്ട് പേടിച്ചുടൻ ഞെട്ടി എണീക്കുന്ന ജിഹാൻ. ഒരു ദുസ്വപ്നമായിരുന്നു അത്. ഗെയിംസിന് ശേഷം ആളാകെ പാരനോയുടെ അവസ്ഥയിലാണ്. പെട്ടെന്ന് വാതിൽ മുട്ടുന്നത് കേട്ട് തോക്കെടുത്ത് CCTV നോക്കുമ്പോഴാകട്ടെ അത് മിസ്റ്റർ കിം ആണ്. കടം മേടിച്ച പൈസ ചോദിച്ച് മൂക്ക് കുത്തിപ്പൊട്ടിക്കാൻ നോക്കിയ ആളാണിപ്പോൾ ക്യാമറയിൽ കൂടി ലവ് സിമ്പിളെല്ലാം കാട്ടുന്നത്. ജിഹാന് ആഹാരവും മരുന്നുകളും എത്തുന്ന കിം പറയുന്നത് തൻ്റെ തെരച്ചിലിനെ കുറിച്ചാണ്. സബ്വേ സ്റ്റേഷനിലും അതിനോടടുത്തായെല്ലാം രാവിലെ 10 മുതൽ രാത്രി 10 വരെ തിരഞ്ഞു, പക്ഷേ കണ്ടെത്താനായിട്ടില്ല. കിമ്മും അയാളുടെ ഗ്യാങ്ങും തേടുന്നത് മറ്റാരെയുമല്ല, സ്ക്വിഡ് ഗെയിമിലേക്ക് ആളുകളെ എടുക്കുന്ന ഗോബ്ലിനെ, റിക്രൂട്ടറെയാണ്. ഏതാണ്ട് ഈ സമയത്താണ് തന്നെയും റിക്രൂട്ട് ചെയ്ത അയാൾ ബിസിനസ് കാർഡ് തന്നതെന്നും ഇത്തവണ മിസ്സായാൽ വീണ്ടും 1 കൊല്ലം കൂടി വെയിറ്റ് ചെയ്യണമെന്നും പറഞ്ഞ് ജിഹാൻ കിമ്മിനെ വീണ്ടും പണമടങ്ങിയ ഒരു കെട്ട് ബാഗ് നൽകുകയാണ്. ആളുകളെ കൂട്ടിയും സമയം കൂട്ടിയും അന്വേഷണം ശക്തമാക്കാൻ നിർദ്ദേശിച്ചുകൊണ്ട്. അപ്പോൾ ജിഹാന് ഗെയിം വഴി കിട്ടിയ പൈസ അതേ പരിപാടി നിർത്തിക്കാനാണ് വിനിയോഗിക്കുന്നതെന്ന് മനസ്സിലാക്കാം. പിങ്ക്, അതാണ് ജിഹാൻ്റെ അപ്പാർട്ട്മെൻറ്റുള്ള മോട്ടലിൻ്റെ പേര്. തനിക്ക് മാത്രം താമസിക്കാനായി വിലയ്ക്ക് മേടിച്ച ഒരു മോട്ടൽ. കിം പണക്കെട്ടുമായി തിരിച്ച് വണ്ടിയിൽ കയറി അതിനുള്ളിലിരിക്കുന്ന തൻ്റെ ഗ്യാങ് ലീഡർ ഉസാക്കിനോട് നാളെ മുതൽ കസ്റ്റഡിയിലുള്ള സകല ആൾക്കാരെയും ഇറക്കി രാവിലെ 6 മുതൽക്കേ തന്നെ തെരച്ചിൽ തുടങ്ങാൻ നിർദ്ദേശിക്കുന്നു. എന്നാൽ ജിഹാൻ പറഞ്ഞ കടക്കാരെ റിക്രൂട്ട് ചെയ്ത് ഒരു ദ്വീപിൽ കൊണ്ടുപോയി കുട്ടികൾ നടത്തി കൊന്നുകളിക്കുന്ന പരിപാടിയിലൊന്നും ഉസാക്കിന് വിശ്വാസമില്ല. കിമ്മിനും അങ്ങനെ തന്നെ. എന്നാൽ തൻ്റെ കടം പറ്റി നടന്നവൻ ഇപ്പോൾ പൈസ വാരി എറിയുന്നതും മാത്രമല്ല പല കടക്കാരെയും കഴിഞ്ഞ വർഷങ്ങളിലായി കാണാതാവുന്നതിലും എന്തൊക്കെയോ കാര്യമുണ്ടെന്നും പറഞ്ഞ് കിം പറയുന്നത് അനുസരിക്കാൻ നിർദ്ദേശിച്ചിട്ട് റിക്രൂട്ടറെ കണ്ടുപിടിച്ചാൽ ജിഹാൻ ഏകദേശം 6 കോടി രൂപ തരാമെന്ന് ഏറ്റതുകൂടെ വെളിപ്പെടുത്തുമ്പോൾ എല്ലാറ്റിൻ്റെയും ഉത്സാഹം കൂടി പായുന്നു. റിക്രൂട്ടറുടെ അപ്പിയറൻസും അയാൾ കടക്കാരെ റിക്രൂട്ട് ചെയ്യാൻ കളിക്കുന്ന കളിയും മറ്റുമൊക്കെ കൃത്യമായി തന്നെ ഇക്കൂട്ടരോട് ജിഹാൻ വിശദമാക്കിയിട്ടുണ്ട്. അങ്ങനെ അയാളെ കണ്ടെത്തുന്ന ആ ദിവസത്തിലേക്ക് തൻ്റെ ആൻറ്റി ഡിപ്രസൻസും കഴിച്ചുകൊണ്ട് ജിഹാൻ എണ്ണി കാത്തിരിക്കുമ്പോൾ ജുൻഹോ കൊച്ചുവെളുപ്പാൻ കാലത്ത് ഒരു ബോട്ട് ഡ്രൈവർ ക്യാപ്റ്റൻ പാർക്കുമായി ദ്വീപ് തരാൻ തുടങ്ങുകയാണ്. ജുൻഹോയും തൻ്റേതായ വഴിയിൽ ഇപ്പോഴും ഐസൊലേറ്റഡായ ആ ഐലൻഡിലേക്ക് എത്തിപ്പെടാൻ തെരച്ചിൽ നടത്തുമ്പോൾ അയാളെ സഹായിക്കുന്ന ക്യാപ്റ്റൻ പാർക്കാകട്ടെ ജുൻഹോയുടെ രക്ഷകനും. അന്ന് വെടികൊണ്ട് കടലിലൊഴുകി നടന്ന ജുൻഹോയെ തിരികെ ജീവിതത്തിലേക്ക് പിടിച്ചു കയറ്റിയത് ആ ക്യാപ്റ്റനാണ്. അങ്ങനെ ഇനിയും അന്ത്യമായിട്ടില്ലാത്ത തെരച്ചിൽ തുടരുമ്പോൾ കിമ്മും മുസാക്കും പടയെ സജ്ജമാക്കി റിക്രൂട്ടറെ ഹെയർ സ്റ്റൈൽ മുതൽ ഷൂലൈസ് വരെയുള്ള കാര്യങ്ങളും ജിഹാന്റെ കയ്യിലിടുന്ന ബിസിനസ് കാർഡ് വരെ കാണിച്ചു കൊടുത്ത് പല ഗ്രൂപ്പുകളാക്കി നാടൊട്ടാകെ സെർച്ചിന് ആഹ്വാനം ചെയ്യുകയാണ്. കണ്ടുപിടിക്കുന്ന ഗ്രൂപ്പിന് ബോണസ് ഉണ്ടെന്ന് കൂടെ കേട്ടതോടെ എല്ലാവരും പറന്നു നടന്നു തിരയുകയാണ്.
അപ്പോഴുള്ള അപ്ഡേറ്റുകൾ ജീഹന് ലഭിക്കുന്നുണ്ട്. ഓരോരുത്തരും ഫോട്ടോസ് അയച്ച് ഇതാണോ എന്ന് ചോദിച്ചുകൊണ്ടല്ല. അങ്ങനെ ആ ദിവസത്തെ തിരച്ചിലിനും ഫലപ്രദമില്ലാത്ത അന്ത്യം കുറിക്കുമ്പോൾ അതേ അവസ്ഥയിൽ ജുൻഹോയും. അങ്ങനെ ദിവസങ്ങൾ, ആഴ്ചകൾ, പ്രതികൂല കാലാവസ്ഥകൾ എല്ലാത്തിനെയും മറികടന്ന് പോയിക്കൊണ്ടിരിക്കുന്നു. ക്യാപ്റ്റൻ പാർക്കിനും ഇങ്ങനെ സമയം പാഴാക്കുന്നതിൽ മടുപ്പ് തോന്നി ജുൻഹോയോട് പ്രകടിപ്പിക്കുമ്പോൾ എന്നാൽ നിർത്താമെന്ന് അയാൾ. അടുത്ത ആഴ്ച വീണ്ടും പഴയ പോലെ തിരിച്ചെത്താനല്ലേ എന്ന് പറഞ്ഞ് തൻ്റെ കൂടെ മീൻ പിടിക്കാൻ ഇറങ്ങുന്നില്ലാമുള്ള സൗഹൃദ സംഭാഷണത്തിൽ നിന്നും ജുൻഹോ തന്നെ രക്ഷിച്ചതിൽ ക്യാപ്റ്റൻ പാർക്കിനോട് ഏറെ കടപ്പെട്ടിരിക്കുന്നുവെന്ന് മനസ്സിലാക്കാം. സബ്വേ സ്റ്റേഷനിലിരുന്ന് വുസാക്ക് വീണ്ടും ജിഹാന്റെ കഥയെടുത്തിടുകയാണ്. ആ കഥ വിശ്വസിക്കാൻ പ്രയാസം തന്നെയാണെന്നും അങ്ങനെ ഒരു റിക്രൂട്ടറേ ഇല്ല, അല്ലെങ്കിൽ ഇത്രയും പേർ നോക്കിയിട്ടും കിട്ടേണ്ടതല്ലായിരുന്നു എന്ന് അങ്ങനെ കിമ്മിനോട് പറഞ്ഞു നിൽക്കുമ്പോൾ അത് ഓപ്പോസിറ്റിൽ ഒരു ട്രെയിൻ പോയതിന് പിറകെ ഒരുത്തനുമായി കളി നടത്തുന്ന റിക്രൂട്ടർ അയാൾ വീണ്ടും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ഇരുവരും പരസ്പരം വിസ്മയിച്ച് നോക്കി ഉടൻ ജീഹനെ വിളിച്ച് ഞങ്ങൾ അയാളെ കണ്ടെത്തിയെന്ന് പറയുന്ന പാടെ അയാളെ വിടാതെ പിന്തുടരാൻ പറഞ്ഞ് ലൊക്കേഷൻ തിരക്കി തോക്കുമായി വണ്ടിയിൽ അങ്ങോട്ടേക്ക് പായുമ്പോൾ ആ കളിയിൽ നിന്നും അടിയും കിട്ടി പൈസ മേടിച്ച പാവപ്പെട്ടവനുണ്ടല്ലോ, അവൻ തനിക്ക് കിട്ടിയ ബിസിനസ് കാർഡ് നോക്കുവാണ്. 456034 ഫോൺ നമ്പറിൽ നോക്കി നിൽക്കുമ്പോൾ അവൻ്റെ പങ്കാളി വിളിക്കുന്നെങ്കിലും ഫോൺ എടുക്കുന്നില്ല. എന്നാൽ ഗൈനക്കോളജി ഒപ്പിയിലിരുന്ന് ഈ പങ്കാളി ജുൻഹി വിളിക്കുന്നത് തനിക്കും കിട്ടിയിട്ടുള്ള അതേ കാർഡ് കയ്യിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഇരുവരും ഒരേപോലെ റിക്രൂട്ടറുടെ മുന്നിൽ പെട്ടിട്ടുണ്ട്. റിക്രൂട്ടറാകട്ടെ നമ്മൾ കാണാറുള്ളതിൽ നിന്നും വ്യത്യസ്തമായി ബേക്കറിയിൽ നിന്ന് കുറേ ബണ്ണും മറ്റൊരു കടയിൽ നിന്ന് കുറേ സ്ക്രാച്ച് ആൻഡ് വിൻ ക്യാഷ് കാർഡുകളും വാങ്ങി ഒരു പാർക്കിലേക്ക് നീങ്ങുന്നു. പിറകെ ജീഹന് ബാക്ക് ടു ബാക്ക് അപ്ഡേറ്റുകളും നൽകി കിമ്മും മുസാക്കും. ആ പാർക്കിലുള്ളത് മൊത്തം ഹോംലെസ് ആയിട്ടുള്ള ദരിദ്രവാസികളാണ്. അയാൾ ഓരോരുത്തരുടെ ചെന്നിട്ട് ഒരു കയ്യിൽ ബണ്ണ്, ഒരു കയ്യിൽ സ്ക്രാച്ച് കാർഡ് വെച്ച് നീട്ടുന്നു. എന്നാൽ ഒറ്റൊരാളും ഭക്ഷണം എടുക്കാതെ കാർഡ് എടുത്ത് ചുരണ്ടി നോക്കി നിരാശപ്പെടുകയാണ്. ബാഡ് ലക്ക്. ഈ ചെയ്യുന്നതൊക്കെ എന്തുദ്ദേശിച്ചുകൊണ്ടാണെന്ന് മനസ്സിലാക്കാതെ അതേ പാർക്കിലെ ഒരു ബെഞ്ചിൽ കിമ്മും മുസാക്കും പതുങ്ങിയിരിക്കുമ്പോൾ റിക്രൂട്ടർ നേരെ ഭിക്ഷക്കാരെല്ലാം കാണുന്ന പോലെ വന്ന് നിന്നിട്ട് ഇത് കണ്ടപാടെ യാചകരോടെത്തി എന്തിനാ ഭക്ഷണം കളയുന്നത് ചോദിച്ചെടുക്കാൻ ഒരുങ്ങുമ്പോൾ അയാളാകട്ടെ ബണ്ണിൽ ചവിട്ടിയിട്ട് ഞാൻ നിങ്ങൾക്കെല്ലാം ഒരു അവസരം തന്നതല്ലേ, ബണ്ണിന് പകരം കാർഡ് എടുത്തപ്പോൾ ഭക്ഷണം വേസ്റ്റാക്കിയത് നിങ്ങളെല്ലാവരുമാണെന്ന് പറഞ്ഞ് അവരുടെ മുമ്പിലിട്ട ബണ്ണുകൾ ചവിട്ടി അരയ്ക്കുന്നു. ഈ തെമ്മാടിത്തരം കിം ക്യാമറയിൽ പകർത്തുമ്പോൾ പാഞ്ഞു വരുന്ന ജിഹാനെ പോലീസ് പിടിച്ചു നിർത്തുകയാണ്. പ്രശ്നം ഓവർ സ്പീഡ്. എന്നാൽ ആ പിടിച്ചു നിർത്തിയ ട്രാഫിക് പോലീസോ ജുൻഹോയും മറ്റൊരു ചങ്ങായും. പകെങ്കിൽ അവിടെ നല്ലൊരു ടേണിംഗ് പോയിന്റ് മിസ്സാവുകയാണ്. പുതിയ ഓഫീസറോട് അത് ഡീൽ ചെയ്ത് പഠിക്കാൻ പറഞ്ഞ് ജുൻഹോ മാറി നിൽക്കുമ്പോൾ ഇന്നേരം പാർക്കിൽ നിന്നും ടാക്സിയിൽ കയറി റിക്രൂട്ടർ അവിടവും വിടുന്നു. പിറകെ ജമ്പനും തുമ്പനും മറ്റൊരു ടാക്സി എടുത്ത് വെച്ച് പിടിച്ച് ഇക്കാര്യം ജിഹാനോട് വിളിച്ചു പറയുമ്പോൾ ആകട്ടെ അവിടെ പുതിയ ഓഫീസർ നല്ല വൃത്തിക്ക് ലൈസൻസ് നമ്പറൊക്കെ പതിയെ അടിച്ച് റെസീറ്റ് എഴുതുവാണ്. പെട്ടെന്നെത്താൻ പറഞ്ഞുള്ള വിളികെട്ട് ക്ഷമയിൽ കടിച്ചു പിടിച്ച് നിൽക്കുന്ന ജിഹാൻ നീട്ടുന്ന റെസീറ്റ് കണ്ട ഉടനെ മേടിച്ചൊരൊറ്റ വിടിയിൽ. ഇത് കണ്ട് ജുൻഹോ കാര്യം തിരക്കുമ്പോൾ തനിക്കെന്തോ സംശയമുണ്ടെന്നും അയാളൊരു അക്ഷരം വേണ്ടിയില്ല. മാത്രമല്ല കാറിലാണെങ്കിൽ ഫോണും ലാപ്ടോപ്പും ടാബും എല്ലാം ഉണ്ടായിരുന്നെന്ന് പറയുന്നത് കേട്ട് ജുൻഹോ അയാളുടെ ഡീറ്റെയിൽസ് നോക്കുമ്പോൾ ആ പരിചയമുള്ള പേര് കണ്ട് അതിശയിക്കുന്നു. റിക്രൂട്ടർ ഈ സമയം ടാക്സി വിട്ട് ആളൊഴിഞ്ഞ ഒരു ഇടവഴിയിലൂടെ നടക്കുന്ന നേരം മറ്റിരുവരും ജീവന് വരുന്നവരെ നിൽക്കാമെന്നും 6 കോടി കളയേണ്ടെന്നും പറഞ്ഞ് നിന്ന് പിന്തുടർന്ന് പിടിക്കാൻ ശ്രമിക്കുന്നെങ്കിലും എന്നാൽ രണ്ടുപേരെയും പുഷ്പം പോലെ അടിച്ചു വീഴ്ത്തുന്നു. അപ്പോൾ ആളെ കൈരളിയാണ്. ആ പേര് അത് RTO സൈഡിൽ അടിച്ച് ചെക്ക് ചെയ്യുന്നതോടെ ജുൻഹോ കാണുന്നത് അതേ പരിചിത മുഖം. ഒരിക്കൽ ബിസിനസ് കാർഡിന്റെ സംശയം വഴി തന്റെ സഹോദരനെ കണ്ടെത്താൻ സഹായിക്കണമെന്നാവശ്യപ്പെട്ടപ്പോൾ നിഷേധിച്ച അതേ മുഖം. തന്റെ ഡീറ്റെയിൽസ് എഴുതിയെടുക്കുന്നതിനെ പറ്റി അറിയാതെ ജിഹാൻ ഇന്നേരം കിം അയച്ച ലൊക്കേഷനിലെത്തി അൺഅവൈലബിളായ കിമ്മിന്റെ ഫോണിൽ വിളിച്ചുകൊണ്ട് ആ ഇടവഴിയിലെല്ലാം പരതുന്നത് വഴി അവിടെ രക്തപ്പാടും കത്തിയും കണ്ട് വെപ്രാളത്തിൽ തിരയുമ്പോൾ മുകളിൽ നിന്നതെല്ലാം കാണുന്ന റിക്രൂട്ടർ ആള് പുലി തന്നെ. കാറിന്റെ നമ്പർ പ്ലേറ്റ് വെച്ച് ജീഹാന്റെ കാർ ഒരു കമ്പനിയിൽ നിന്നും വാടകയ്ക്ക് എടുത്തതാണെന്ന് മനസ്സിലാക്കി ജുൻഹോ ആ കമ്പനി അഡ്രസ് കണ്ടുപിടിച്ച് ജീഹാനിലേക്കുള്ള അകലം കുറഞ്ഞു വരുമ്പോൾ കിമ്മും മുസാക്കും ഏതോ ഒരു മുറിക്കുള്ളിൽ റിക്രൂട്ടറുടെ തടങ്കലിൽ. അയാൾ നേരെ ചെന്ന് ഒരു ഗാനമിട്ട ശേഷം കൂളായി വിറങ്ങലിച്ചിരിക്കുന്നവരുടെ അടുക്കൽ വന്ന് നിങ്ങൾക്ക് കളികൾ ഇഷ്ടമല്ലേ, നമുക്കൊരു കളി കളിച്ചാലോ എന്ന് പറഞ്ഞ് സ്റ്റോൺ പേപ്പർ സിസേഴ്സ് കളിക്കാമെന്ന തീരുമാനത്തിൽ ഒരു റിവോൾവർ എടുത്ത് അതിലൊരു ബുള്ളറ്റ് ഇട്ട് തോൽക്കുന്നവർക്ക് നേരെ കാഞ്ചി വലിക്കുമെന്ന് പറഞ്ഞ് ഇരുവരും തമ്മിൽ കളി തുടരാൻ പറയുന്നു. കിം പേടിച്ച് കളിക്കുമ്പോൾ വിറങ്ങലിച്ച് അനങ്ങാതിരിക്കുന്ന ഉസാക്കിനെ കണ്ട് ഡിസ്ക്വാളിഫൈഡ് എന്ന് പറഞ്ഞ് തോക്ക് ചൂണ്ടി കാഞ്ചി പിടിച്ചൊരൊറ്റ വലി. ചേംബർ കാലി രക്ഷപ്പെട്ടു. അങ്ങനെ ഇരുവരും ഭയന്ന് കുറച്ച് കളിക്കുവാണ്. തോക്കുന്നവരുടെ നേരെ മാറി മാറി ചൂണ്ടി വെറുതെ കാഞ്ചി വലിച്ച് ബോറടിക്കുന്നെന്ന് നിസാരമായി 6-5 ബുള്ളറ്റും ഇട്ട് ഇനി കളിക്കുന്ന പറയുമ്പോൾ ആകട്ടെ പേടി ഇരട്ടിച്ച് ഇരുവരും കളിച്ചൊടുവിൽ കിം തോൽക്കുന്നു. റിക്രൂട്ടർ ആ തോക്ക് കിമ്മിന്റെ തലയിലേക്ക് ചൂണ്ടി കാഞ്ചിയിൽ പിടിച്ചൊരൊറ്റ വലി. സൺഷൈൻ ക്യാപിറ്റൽ ജീഹന് വണ്ടി വാടകയ്ക്ക് നൽകിയ കമ്പനി. മഴയത്ത് രാത്രി തന്നെ ഒട്ടും സമയം കളയാതെ അതിനു മുന്നിൽ എത്തിയിരിക്കുകയാണ് ജുൻഹോ. തലച്ചോറ് കലങ്ങിയത് ഇപ്പോൾ കണ്ട കിമ്മിൻ്റേതാണ് ഈ കമ്പനി. പൂട്ടിയിട്ടിരിക്കുന്നത് കണ്ട് ജുൻഹോ അള്ളിപ്പിടിച്ച് മേലേക്കെത്തി ജനൽ തുറന്ന് അകത്തേക്ക് കയറി പറ്റുന്നു. അവിടെ മുമ്പ് ഗ്യാങ്സിന് ട്രെയിനിങ്ങിനായി റിക്രൂട്ടറുടെ ഡമ്മി പീസ് വെച്ച് ക്ലാസ് എടുത്ത ആ സിറ്റുവേഷനിലെത്തി ആ കാർഡ് കാണുന്നതോടെ ജുൻഹോ അന്തിച്ചു നിൽക്കുന്നിടത്തേക്ക് ഗ്യാങ്ങിലെ ഒരുത്തൻ പെട്ടെന്നെത്തുന്നു.
കിമ്മിനെയും ഉസാക്കിനെയും റിക്രൂട്ടറെ കണ്ടതിന് പിറകെ കാണാതെ വിവരം ജീഹൻ പറഞ്ഞതിനെ തുടർന്ന് തോക്കും മറ്റുമൊക്കെ എടുത്ത് എല്ലാവരും ഒന്നിച്ചെത്താൻ പറഞ്ഞ ആ ഗുണ്ട പോയി കഴിയുമ്പോൾ ഒളിച്ചിരുന്ന ജുൻഹോ എണീച്ചു വന്ന് ഫയലെല്ലാം തപ്പി നോക്കുന്നവടെ കണ്ടെത്തുകയാണ് പിങ്ക് മോട്ടൽ, ജീഹൻ നിൽക്കുന്ന അപ്പാർട്ട്മെന്റ് അഡ്രസ്. അതേ രാത്രി അതേ മഴയിൽ തൻ്റെ അപ്പാർട്ട്മെന്റിലേക്ക് കയറാനൊരുങ്ങുന്ന ജിഹാന് പെട്ടെന്ന് എന്തോ പന്തികേട് തോന്നി ഇറങ്ങി നോക്കുകയാണ്. എല്ലായ്പ്പോഴും അണഞ്ഞു കിടന്നിരുന്ന ബോർഡ് ഇപ്പോൾ കത്തിക്കിടക്കുന്നു. ആരോ ഉണ്ടെന്ന് മനസ്സിലാക്കി അകത്തേക്ക് എത്തുമ്പോളാകട്ടെ റിക്രൂട്ടർ. അയാൾ ജീഹൻ ദിവസം എണ്ണി കാക്കുന്ന കലണ്ടർ നോക്കി അങ്ങനെ നിൽക്കുന്നു. ഫ്രണ്ട് മാൻ അന്ന് ഫോണിലൂടെ പറഞ്ഞ അതേ വാക്കുകളിലാണ് ഇരുവരുടെയും സംഭാഷണം തുടങ്ങുന്നത്. നിങ്ങൾക്കെന്നാ പ്ലെയിനിൽ കയറി പോകാമായിരുന്നു. നിന്നെ കണ്ട നിമിഷം എൻ്റെ മനസ്സ് മാറി. ഇത്ര കഷ്ടപ്പെട്ട് എന്നെ കണ്ടുപിടിക്കേണ്ട കാര്യം എന്തായിരുന്നു എന്നുള്ള ചോദ്യത്തിന് എന്നെ പണക്കാരനാക്കിയ ഗെയിമിലേക്ക് ക്ഷണിച്ച് നിന്നോട് നന്ദി അറിയിക്കാനായിരുന്നു എന്നുള്ള ജീഹന്റെ കുത്തിപ്പറച്ചിൽ കേട്ട് താൻ നിർദ്ദേശങ്ങളനുസരിച്ച് ക്ഷണക്കത്തുകളുമായി എത്തുന്ന വെറുമൊരു ഡെലിവറി മാനാണെന്ന റിക്രൂട്ടർ. നിനക്ക് നിർദ്ദേശങ്ങൾ നൽകുന്നവരെ എനിക്ക് കാണണമെന്നും അവരോട് ചിലത് പറയാനുണ്ടെന്നും ജീഹൻ പറയുന്നേരം എന്താണെന്ന് വെച്ചാൽ താനത് അവരിലേക്ക് എത്തിക്കാമെന്നുള്ള റിക്രൂട്ടറുടെ സംസാരം കേട്ട് നിന്നെപ്പോലെ ഒരു ഗുണവുമില്ലാത്ത അവരുടെ ഓമനപ്പട്ടിയോട് പറയേണ്ടതല്ല അതെന്നും സ്റ്റേഷനിൽ നിന്ന് ഗതിയില്ലാത്തവരെ ചൂണ്ടയിടുന്ന നിനക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ലെന്നും കടുത്ത് സംസാരിക്കുമ്പോൾ ഞാൻ എങ്ങനെ ഇവിടെ എത്തിയെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നതെന്ന് റിക്രൂട്ടർ തന്നിൽ നടന്ന സംഭവങ്ങൾ തുറക്കുന്നു. മുഖത്ത് കിമ്മിൻ്റെ ചോരക്കറയുമായി. ഗെയിംസിലായിരുന്നു ആദ്യം ജോലി ചെയ്തിരുന്നത്. നിങ്ങൾക്കറിയോ? ശവശരീരങ്ങളെ എടുത്ത് ക്ലിയർ ചെയ്ത് കത്തി ചാമ്പലാക്കിയിട്ടുണ്ട്. എണ്ണാവുന്നതിലുമധികം നിങ്ങളെപ്പോലുള്ള ആൾക്കാരെ മിസ്റ്റർ സിയോങ് ജിഹാൻ. ഉപയോഗശൂന്യമായ കുറേ കുപ്പകളെ നിർമ്മാർജ്ജനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം അടുക്കളേക്ക് ഈ തോക്ക് വെച്ച് നീട്ടി. ജീവിതത്തിനൊരു വില കൽപ്പിക്കുന്നുണ്ടെന്നാണ് ബോധ്യമായത്. ഒരിക്കലും ഇതേ തോക്ക് വെച്ച് മടുത്തു തുടങ്ങിയ ഒരാളെ തീർത്തു. ആ മുഖം ഇപ്പോഴും ഓർമ്മയുണ്ട്. ആരെന്ന് ഊഹിക്കാമോ? എൻ്റെ അച്ഛൻ. ജീവിക്കാൻ കേണപേക്ഷ സ്വന്തം അച്ഛൻ്റെ നെറ്റിക്ക് നേരെ തോക്ക് ചൂണ്ടി. അന്ന് മനസ്സിലായി ഇതിനുത്തമനാണെന്ന്. റിക്രൂട്ടറുടെ ഈ വാക്കുകൾ കേട്ട് കൊല്ലാനാണേലും കൊല്ലാൻ കൊടുക്കാനാണേലും നീക്ക് വെറും അടിമകളായ പട്ടികളാണെന്നും പറയുന്നത് കേട്ട് ജയിച്ചതിൻ്റെ അഹങ്കാരമാണോ എന്ന് ചോദിക്കുമ്പോൾ ആ ഗെയിം എങ്ങനെയാണെന്ന് നിനക്ക് ഒരിക്കലും മനസ്സിലാകില്ല എന്നുള്ള മറുപടി കേട്ട് ചൂണ്ടിയ കാര്യത്തോക്കിലെ കാഞ്ചി വലിച്ചിട്ട് നമുക്കൊരു ഗെയിം കളിച്ചാലെന്ന് റിക്രൂട്ടർ. ആ ഗെയിംസിൽ പെട്ടുപോയതിൻ്റെ വെറുപ്പും അറപ്പും മാനസികാഘാതവുമെല്ലാം ജിഹന്റെ നിറകണ്ണുകളിൽ വ്യക്തം. ജുൻഹോ ഒടുവിൽ പിങ്ക് മോഡൽ കണ്ടുപിടിച്ചെത്തിയിരിക്കുകയാണ്. റിക്രൂട്ടറാകട്ടെ മുൻപ് കിമ്മിൻ്റെയും ഉസാക്കിൻ്റെയും മുന്നിൽ എടുത്തു വെച്ച അതേ ഗെയിമാണ് ജീഹന്റെ അടുക്കലും എടുത്തിരിക്കുന്നത്. സ്റ്റോൺ പേപ്പർ സിസേഴ്സ് അല്ല, തോക്കിൽ രണ്ടയിട്ട് പരസ്പരം മാറി മാറി സ്വന്തം തലയിൽ ചൂണ്ടി കാഞ്ചി വലിച്ചുള്ള ഒരു ഡു ഓർ ഡൈ സിറ്റുവേഷൻ. റിവോൾവർ കറക്കുന്നത് വഴി ആദ്യ ഊഴം വീണ ജിഹാൻ എടുത്തുതിർക്കുന്നു കാലി ചേംബർ. ഉടൻ വളരെ എക്സൈറ്റഡായി റിക്രൂട്ടറും. MT. അയാളുടെ കണ്ണുകൾ കണ്ടാലറിയാം ജിഹാന്റെ ആ വാക്കുകൾ അയാളെ എത്രമാത്രം ട്രിഗർ ചെയ്തിട്ടുണ്ടെന്നും അത് മറച്ചു പിടിക്കാൻ ശ്രമിക്കുന്നതും. വീണ്ടും ഇരുവരുടെയും ഊഴം കഴിയുന്നതോടെ ഇനി 2 ചേംബർ മാത്രം ബാക്കി. ഒന്ന് കാലി, ഒന്നിൽ നിറയും. ജിഹാന്റെ തലയിൽ കുഴൽ. നല്ല നെർവസ് ആയിരിക്കുന്ന ജിഹാനെ നോക്കി റിക്രൂട്ടർ പറയുകയാണ്, ഇപ്പം നിനക്ക് നല്ല പേടിയുണ്ട്. എനിക്കറിയാം നീ ചിന്തിക്കുന്നത് ഇപ്പോൾ തോക്ക് കയ്യിലുണ്ട്. റൂളൊന്നും നോക്കണ്ട. മുമ്പിലിരിക്കുന്ന ഈ പിഴയെ കൊന്നുകഴിഞ്ഞാൽ പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ആ ആളോട് സംസാരിക്കാൻ നിനക്ക് എളുപ്പമാണ്. കാരണം അങ്ങോട്ടുള്ള താക്കോലും പോക്കറ്റിലിട്ടാണ് ഈ പിഴ ഇരിക്കുന്നത്. അങ്ങനെ ചെയ്യുന്നെങ്കിൽ പക്ഷേ ഒരു കാര്യം സമ്മതിക്കണം, നീയും മറ്റെല്ലാവരെയും പോലെ വെറുമൊരു കുപ്പയാണെന്ന്. ഭാഗ്യം കൊണ്ട് മാത്രം വിട്ടിരിക്കുന്ന വെറുമൊരു കുപ്പത്തൊട്ടിയാണെന്ന്. ഇത് കേട്ട് ദേഷ്യം കൊണ്ട് വിറച്ച് രണ്ടും കൽപ്പിച്ച് ജീഹൻ കാഞ്ചി വലിക്കുകയാണ്. അതും കാലി. ഉണ്ടയുള്ള അവസാന ഊഴം. അതിൽ നിൽക്കുന്ന റിക്രൂട്ടറോട് ജീഹൻ നേരെ തിരിച്ചും അതേ ഡയലോഗ്. നിയമങ്ങളൊന്നും നോക്കണ്ട, കൊല്ലാം ഈ വിടിയെ. പക്ഷെ അതിനു മുമ്പൊന്ന് സമ്മതിക്കണം, നീ ചെയ്യുന്നതെല്ലാം ഒരു മുഖംമൂടി ധരിച്ചുകൊണ്ട് യജമാൻ്റെ വാക്കുകേട്ട് മാത്രമാണ്. വാലാട്ടിക്കൊണ്ട് അവരുടെ പിറകെ നടക്കുന്ന വെറും ഒരു കുടിച്ചിപ്പട്ടി. റിക്രൂട്ടർ നിഗൂഢമായ നിറകണ്ണുകളാൽ ഇത് കേട്ടൊന്ന് ചിരിച്ചിട്ട്. റിക്രൂട്ടറുടെ കഥ കഴിച്ചുകൊണ്ട് സ്ക്വിഡ് ഗെയിം 2ൻ്റെ പൈലറ്റ് എപ്പിസോഡ് ടേക്ക് ഓഫ് ആവുമ്പോൾ വീണ്ടും ആ ദ്വീപിലേക്ക് എത്താനുള്ള ജിഹാന്റെ വഴികൾ അടയുകയാണ്. എന്നാൽ പുറത്തെത്തി നിൽക്കുന്ന ജുൻഹോയുടെ ഉദ്ദേശവും സെയിം ആയതുകൊണ്ട് തന്നെ ഇരുവരും ഇപ്രാവശ്യം ഒരുമിച്ചിറങ്ങിത്തിരിക്കാൻ സാധ്യതയേറെ. ഇന്നേരം ഇൻവിറ്റേഷൻ കിട്ടിയത് എത്ര പേർക്കായിരിക്കുമെന്നും ജിഹാൻ എങ്ങനെ അവിടെ എത്തിച്ചേരുമെന്നും നമുക്ക് കാത്തിരുന്നു കാണാം. ഗെയിംസിലേക്ക് വീണ്ടും എത്തി അതപ്പാടെ തകർക്കാനുള്ള ജീഹന്റെ ശ്രമങ്ങൾക്ക് ഒരടിയായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ കണ്ട റിക്രൂട്ടറുടെ പതനമെന്നത്. റിക്രൂട്ടർ സ്വയം തലയിലേക്ക് ഉണ്ട വായിച്ചതും ആ ശബ്ദം കേട്ട് ഉള്ളിലേക്ക് ചെന്ന് ജിഹാനെ നേരിടാൻ തയ്യാറെടുപ്പിലുള്ള ജുൻഹോ കാറിൽ നിന്നിറങ്ങി അകത്തേക്ക് ഓടുവാണ്. പിണത്തിന് മുമ്പിൽ നിൽക്കുന്ന ജിഹാന് മുൻപ് റിക്രൂട്ടർ ഫ്രണ്ട്മാനോട് സംസാരിക്കാനുള്ള വഴി തന്റെ പോക്കറ്റിലുണ്ടെന്ന് പറഞ്ഞത് ഓർമ്മ വന്ന് പോക്കറ്റ് തപ്പുന്നേരം ജുൻഹോ മോട്ടറിലെ മുറികളൊക്കെ തപ്പി ലോക്ക്ഡായ ഒരു മുറിയിൽ നിന്നും ആളനക്കം കേട്ടപാടെ അത് തള്ളിത്തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ കാണുന്നത് ബന്ധനസ്ഥനായിരിപ്പുള്ള ഉസാക്കിനെ. ജീഹന്റെ റൂം നമ്പർ അയാളോട് തോക്ക് ചൂണ്ടി ചോദിക്കുമ്പോൾ ജീഹൻ നേരം അയാളുടെ പോക്കറ്റിൽ തപ്പുന്നത് വഴി ഒരു കാർഡ് കിട്ടുന്നതും ജുൻഹോ പൊടുന്നനെ എത്തി ഫ്രീസ് ചെയ്യിച്ച് കൊലപാതകത്തിന് അറസ്റ്റ് ചെയ്യുവാന്ന് പറഞ്ഞ് കൈകെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ പിറകെ ഉസാക്കും എത്തി അടിച്ചിടുന്നു. ഇത് കണ്ടപാടെ ജീഹൻ ഉസാക്കിന് നേരെ തോക്ക് ചൂണ്ടി നീ ആരാണെന്ന് ചോദിക്കുകയാണ്. കാരണം കിമ്മുമായി മാത്രമായിരുന്നില്ല ജീഹന്റെ ഡീലിംഗ്. കൂട്ടാളികളെ ജീഹൻ നേരിട്ട് കണ്ടിട്ടില്ലല്ലോ. അങ്ങനെ താൻ കിമ്മിന്റെ ഗ്യാങ്ങിലുള്ളതാണെന്നും
റിക്രൂട്ടറെ നോക്കി നടന്ന കാര്യമൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ച് ഉസാഖ് നോക്കുമ്പോൾ റിക്രൂട്ടർ മരിച്ചു കിടക്കുന്നത് കണ്ട് നീ എന്റെ ബോസിനെ കൊന്നല്ലടാ മഹാഭാവി എന്ന് പറഞ്ഞ് അലറിക്കരയുന്നത് കണ്ട് കിമ്മും പോയെന്ന് മനസ്സിലാക്കി ജീഹൻ ആ കാർഡ് നോക്കുന്നു. ഒക്ടോബർ 31 അർദ്ധരാത്രി ഒരു ക്ലബിലേക്കുള്ള ഇൻവിറ്റേഷൻ. ഹലോവിൻ ദിവസം. മാത്രമല്ല മറ്റൊരു പ്രത്യേകത, നമ്മുടെ നായകന്റെ ജന്മദിനവും അന്ന് തന്നെ. ഇന്നേരം മറ്റൊരിടത്ത് ഒരു സ്ത്രീ കാറിൽ കിടന്നുറങ്ങുന്നത് കണ്ട് പോലീസ് ഓഫീസർ വന്ന് കാര്യം തിരക്കുമ്പോൾ താൻ മുമ്പിൽ കാണുന്ന അമ്യൂസ്മെന്റ് പാർക്കിലാണ് വർക്ക് ചെയ്യുന്നതെന്നും മോർണിംഗ് ഷിഫ്റ്റ് ആയതുകൊണ്ട് ഇവിടെ കാത്തുകിടക്കുകയാണെന്ന് പറയുന്നത് കേട്ട് ഇതിനു മുന്നേയും പലതവണ നിങ്ങളെ ഇങ്ങനെ കണ്ടിട്ടുണ്ടല്ലോ എന്നും ഇനി ആവർത്തിച്ചാൽ റിപ്പോർട്ട് ചെയ്യുമെന്നും താക്കീത് നൽകി അയാൾ പോകുമ്പോൾ ബോധം വീണ ജുൻഹോയെ കെട്ടിയിട്ട് ചോദ്യം ചെയ്യലിലാണ് ജീഹൻ. സെയിൽസ്മാന്റെ ചോരക്കറ തുറച്ചുകൊണ്ട് ഉസാക്കും. ID കണ്ട് ഓർമ്മ വന്ന് മുമ്പൊരിക്കൽ എന്നോട് വന്ന് സംസാരിച്ചതല്ലേ നിങ്ങളെന്ന് ജീഹൻ ഊഹിക്കുമ്പോൾ 1 അല്ല 2 തവണ സംസാരിച്ചിട്ടുണ്ടെന്ന് മറുപടി. രണ്ടാമതായി സംസാരിച്ചത് അന്ന് ആ ദ്വീപിൽ വെച്ച് കൂട്ടയടി കൊണ്ടായ ആ രാത്രി. അടുത്തെത്തി ഇൻഹോ എന്നൊരാൾ അവിടെ ഉണ്ടോ എന്ന് ചോദിച്ച മാസ്ക്മാൻ താനാണെന്ന് ജുൻഹോ പറയുമ്പോൾ അപ്പോൾ നീ അക്കൂട്ടത്തിലുള്ളതാണെന്നല്ലേ എന്ന് റൈസാവുന്ന ജീഹനെ നോക്കി ഉടൻ അത് തിരുത്തി ഇൻഹോ തന്റെ സഹോദരനാണെന്നും അവനെ തേടി അവിടെ രഹസ്യമായി എത്തിപ്പെട്ടതായിരുന്നുവെന്നും വ്യക്തമാക്കിയിട്ട് ഇപ്പോൾ കൊന്നത് ആരെയാണെന്ന് ചോദിക്കുന്നു. ഗെയിമിലേക്ക് ആളുകളെ വലവീശി പിടിക്കുന്ന ഒരുവനായിരുന്നു അതൊന്നും കൊന്നതല്ല, മറിച്ച് ഒരു കളി കളിച്ചവൻ സ്വയം വെടിവെച്ച് തീർന്നതാണെന്നും പറയുമ്പോൾ ആശ്ചര്യത്തോടെ നിങ്ങൾ ഇനിയും ഈ ക്രൂരത നിറഞ്ഞ കളികൾ തുടരുകയാണെന്ന് ജുൻഹോ. അല്ല, ആ കളി എന്നേക്കുമായി അവസാനിക്കാൻ പോവുകയാണെന്ന് ജീഹൻ പറഞ്ഞിട്ട് ഇല്ലാമിന് കീഴിൽ നിന്ന് അയാൾക്ക് വേണ്ടി ഈ കളികൾ നടത്തുന്ന ആ ഒരുത്തിനെയാണ് തനിക്ക് വേണ്ടതെന്നും അയാളെ അറിയുമോന്നും കണ്ടിട്ടുണ്ടോ എന്നുമുള്ള ജീഹന്റെ ചോദ്യത്തിന് എല്ലാവരും അയാളെ ഫ്രണ്ട്മാൻ എന്നാണ് വിളിക്കുന്നതെന്നും തനിക്കറിയില്ലെന്നും ജുൻഹോ കളവ് പറയുന്നു. തന്റെ സഹോദരനാണെന്നുള്ള രഹസ്യം മറച്ചുവെച്ച് അവനെ എങ്ങനെ കണ്ടുപിടിക്കുമെന്നും പിടിച്ചാൽ പിന്നെ എന്താണെന്നും ജുൻഹോ. കണ്ടുപിടിക്കാൻ ഇപ്പോൾ കിട്ടിയ ഇൻവിറ്റേഷൻ കാർഡുണ്ട്. കണ്ടുപിടിച്ച അയാളെ കൊല്ലുന്നത് കൊണ്ട് ഇത് അവസാനിക്കാൻ പോണില്ല. എല്ലാം മരിക്കുന്നതിന് മുൻപ് പറഞ്ഞത് വെച്ച് അയാൾ തന്റെ ക്ലയൻസിനു വേണ്ടിയാണ് ഈ കളികൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് കേട്ടപാടെ ജുൻഹോയുടെ മനസ്സിൽ തന്റെ സഹോദരനെ കൊല്ലാനുള്ള ഒരു പദ്ധതിയില്ലെന്ന് മനസ്സിലാക്കി ആ പറഞ്ഞത് ശരിയാണെന്നും VIPs എന്നാണ് ആ ക്ലയൻസിനെ വിളിക്കപ്പെടുന്നതെന്നും താൻ അതിലൊരാളെ നേരിട്ട് കണ്ടിട്ടുണ്ടെന്നും ജുൻഹോ വെളിപ്പെടുത്തിയ ശേഷം ഇതൊരുമിച്ച് കണ്ടുപിടിക്കാമെന്ന് പറയുമ്പോൾ ആകട്ടെ എതിരായി ഉസാക്കും. പോലീസ് എപ്പോഴും പണി തരികയുള്ളൂ എന്നുള്ള പറച്ചിൽ കേട്ട് ഇക്കാര്യം മറന്നേക്കുന്നത് നടന്നു നീങ്ങുന്ന ജിഹാനെ പിടിച്ചു നിർത്തുന്ന ജുൻഹോയുടെ വാക്കുകൾ. അത്രയും പേരെ കൊന്നൊടുക്കിയത് നിനക്ക് മറക്കാൻ കഴിയുമോ? നീ കാണാത്ത പലതും ഞാൻ ആ മുഖം മൂടി ധരിച്ച് കണ്ടിട്ടുണ്ട്. ഇരുവരെയും കൊണ്ട് ജീഹൻ നേരെ ചെല്ലുന്നത് അവിടെയുള്ള മറ്റൊരു മുറിയിലേക്ക്. അവിടെ കെട്ടുകണക്കിന് അടുക്കി വെച്ചിട്ടുള്ള ശതകോടികൾ. ഗെയിമിൽ നിന്ന് കിട്ടിയ പണത്തെ ചൂണ്ടി ഈ കാണുന്നത് നിരവധി പാവങ്ങളുടെ ജീവന്റെ വിലയാണെന്നും ഇത് വെച്ചുകൊണ്ട് അവർക്കെതിരെ പോരാടണമെന്ന് പറഞ്ഞ് മറ്റൊരു മുറി കാട്ടി അവിടെയുള്ള ഒട്ടനവധി തോക്കുകളുടെയും ശേഖരം കാണിക്കുന്നത് വഴി ജീഹൻ ശക്തമായ തയ്യാറെടുപ്പിലാണെന്ന് വ്യക്തമാവുന്നു. ഉസാക്കും എന്നാൽ പണം കണ്ട് കണ്ണുമഞ്ഞളിക്കാതെ തന്റെ ജീവന് തുല്യം സ്നേഹിച്ച ബോസിനെ കൊന്നതിന്റെ റിവെഞ്ചിനായി ഫുൾ ഓണാണ്. ആളൊരു എക്സ് മിലിറ്ററി കൂടിയാണ് താനും. വെടിവെച്ച് പരിശീലിക്കാനായി ഒരു അണ്ടർഗ്രൗണ്ട് സ്പേസ് താൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് കാണിച്ച് പരമാവധി ആളുകളെ സംഘടിപ്പിച്ചൊരു ടീം രൂപീകരിക്കാൻ ഉസാക്കിനോടും നിലവിലെ ജോലി രാജിവെക്കാൻ ജുൻഹോയോടും ജീഹൻ നിർദ്ദേശിക്കുന്നു. ഗ്രാമഫോണിലെ ദിലീപിനെ പോലെ വലിയ ബൊമ്മകളുടെ രൂപം ധരിച്ച് അമ്യൂസ്മെന്റ് പാർക്കിലെത്തുന്ന കുട്ടികളെ എന്റർടൈൻ ചെയ്യിക്കുന്ന ജോലിയാണ് മുൻപ് കാറിൽ കിടന്നുറങ്ങുന്നതായി കണ്ട ആ സ്ത്രീക്ക്. നോൾ എന്നാണ് അവരുടെ പേര്. വിശ്രമവേളയിൽ ഒരു കുട്ടിയെത്തി നോളിന് തന്റെ ബൊമ്മയുടെ ചിത്രം വരച്ച് സമ്മാനമായി നൽകുമ്പോൾ മുഖംമൂടിക്കുള്ളിൽ മനുഷ്യരാണെന്ന് കണ്ട് കരയുന്ന പാവം കുട്ടിയെ അതിന്റെ അച്ഛൻ ഓടി വന്ന് കൂട്ടിക്കൊണ്ടു പോകുന്ന പാടെ ആ കുട്ടി ബ്ലഡ് ക്യാൻസറുമായി പോരാടുന്നതാണെന്നറിയുന്ന നോളി ഒരു വിഷമഭാവത്തോടെ ഇരിപ്പുള്ളത് കാണുമ്പോൾ മനസ്സിലാക്കാം അവളിലും ഒരു വേദനയുണ്ട്. 1 വയസ്സ് മാത്രം പ്രായമുള്ള മകളെ കാണാതായിട്ട് നാളേറെയാകുന്നു. ജീഹൻ ഇന്നരം സാങ്വുവിന്റെ അമ്മയുടെയും സെബ്യോക്കിന്റെ സഹോദരന്റെയും ജീവിതം ഒളിച്ചു നിന്ന് വീക്ഷിക്കുകയാണ്. തന്റെ മനസ്സിൽ എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കുന്ന 2 പേരാണ് സാങ്വുവും സെബ്യോക്കും. അവളുടെ സഹോദരൻ വല്ലാണ്ട് വളർന്നിരിക്കുന്നു. ഇരുവരുടെയും സ്നേഹബന്ധം കണ്ട് മനഃശാന്തിയിൽ ജീഹൻ നേരെ എത്തുന്നത് ഒരു ബ്രോക്കറുടെ അടുത്തേക്കാണ്. എങ്ങനെയും സെബ്യോക്കിന്റെ അമ്മയെ ഇവിടേക്ക് കണ്ടെത്തി കൊണ്ടുവരാൻ ഏൽപ്പിച്ച ബ്രോക്കറിന് കിട്ടിയിട്ടുള്ള വിവരം എന്തെന്നാൽ സെബ്യോക്കിന്റെ അമ്മ ഈയടുത്തായി ജയിലിൽ നിന്നും മോചനം നേടി. എന്നാൽ അവിടെ പൊട്ടിപ്പുറപ്പെട്ട TB ബാധിച്ച അവസ്ഥയിലാണ് അവരിപ്പോൾ ഉള്ളത്. അസുഖം ഭേദമായയുടൻ ബോർഡർ കടത്തി ഇങ്ങോട്ടേക്ക് എത്തിക്കാമെന്ന് വാക്കു കൊടുക്കുമ്പോൾ ജീഹൻ ഇപ്പോൾ പൈസ ഒരു പ്രശ്നമല്ല, അതാണ് ആവശ്യമെങ്കിൽ എത്ര വേണേലും തരാമെന്ന് പറയുന്നെങ്കിലും ഇപ്പോൾ തന്നെ ആവശ്യത്തിലധികം പണം തന്നിട്ടുണ്ടെന്നും സെബ്യോക്കിന് വേണ്ടി ഇത് ചെയ്യുമെന്നും ബ്രോക്കർ അവളോടുള്ള അനുകമ്പ പ്രകടിപ്പിക്കുകയാണ്. മുൻപ് ചൂടിചായ മുഖത്തൊഴിച്ച് കഴുത്തിൽ കത്തിവെച്ച സെബ്യോക്കിനെ അത്ര പെട്ടെന്ന് ബ്രോക്കറിന് മറക്കാനാകില്ലെങ്കിലും അതിലുപരി ഇത്ര കൊച്ചുപ്രായത്തിലെ വളരെയധികം സ്ട്രഗിൾ ചെയ്ത പെൺകുട്ടിയാണെന്ന് നല്ല ബോധമുണ്ട്. ഇറങ്ങും മുമ്പ് ജീഹൻ സാങ്കുവിന്റെ അമ്മയുടെ നമ്പർ കൊടുത്തിട്ട് സെബ്യോക്കിന്റെ അമ്മയെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ തന്നെ കിട്ടിയില്ലെങ്കിൽ ഇതിലേക്ക് വിളിക്കാൻ പറഞ്ഞിട്ട് തിരിക്കുന്നതിന് പിറകെ നോൾ അവിടേക്ക് എത്തുകയാണ്. എന്നാൽ അത് ആദ്യ വരവല്ലെന്ന് ബ്രോക്കറുടെ പെരുമാറ്റത്തിൽ നിന്ന് മനസ്സിലാക്കാം. മറ്റു ബ്രോക്കർമാരെല്ലാം കുട്ടി മരിച്ചിരിക്കുമെന്ന് പറഞ്ഞപ്പോൾ കിട്ടാൻ ചെറിയൊരു സാധ്യതയുണ്ടെന്ന് ഈ ബ്രോക്കർ പറഞ്ഞതിന്റെ പേരിൽ പൈസ കൊണ്ടുവന്ന് ഇത് അവസാനത്തേതാണെന്നും ഒരിക്കൽ കൂടി ഒന്ന് അന്വേഷിക്കാൻ നിർബന്ധിക്കുന്നു. സുപ്പീരിയർ ഓഫീസർ എന്ന തന്റെ ഭർത്താവിനെ വെടിവെച്ചിട്ട് നോർത്ത് കൊറിയയിൽ നിന്നും സൗത്തിലേക്ക് രക്ഷപ്പെട്ട് ഓടിയെത്തിയതാണ് നോൾ. എന്നാൽ ആ അവസ്ഥയിൽ കുട്ടിയെ ഉപേക്ഷിക്കേണ്ടി വന്നതിനെ തുടർന്ന് കണ്ടുപിടിക്കാനാണ് ബ്രോക്കറുടെ അടുത്ത് നിൽക്കുന്നത്.
കേവലം 1 വയസ്സുള്ള കുട്ടി ഒരിക്കലും നോർത്ത് കൊറിയയിൽ സർവൈവ് ചെയ്തില്ലെന്നും കുട്ടിയെ മറന്നു കളയുകയല്ലാതെ വേറെ വഴിയില്ലെന്നുമുള്ള ബ്രോക്കറുടെ ബോധ്യപ്പെടുത്തൽ കേട്ട് ആകെയുള്ള പ്രതീക്ഷയെ നഷ്ടപ്പെട്ട് തന്റെ വീടായ കാറിൽ അങ്ങനെ തന്റെ കുടുംബ ഫോട്ടോയെ നോക്കി സ്ട്രെസ്സിനുള്ള ഗുളികയും കഴിച്ചിരിക്കുമ്പോൾ വീണ്ടും പുറത്താരോ നോക്കാൻ വരുന്നത് കണ്ട് പോലീസ് എന്ന് കരുതി പോയിക്കൊള്ളാമെന്ന് വണ്ടി എടുക്കാൻ ഒരുങ്ങുമ്പോൾ നോളിനെ ആരോ പേര് വിളിച്ചിട്ട് സ്ക്വിഡ് ഗെയിമിലേക്കുള്ള ഇൻവിറ്റേഷൻ കാർഡ് കൊടുത്തു മടങ്ങുന്നു. ആളുടെ മുഖം വ്യക്തമല്ല. ഇൻഹോയുടെ വൈഫിന്റെ 5ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് കല്ലറയിൽ പൂക്കൾ വയ്ക്കാനെത്തിയിട്ടുള്ള ജുൻഹോയോടുള്ള അമ്മയുടെ നിർദ്ദേശം എന്തെന്നാൽ അവിടെ എങ്ങാനും സഹോദരൻ വരുന്നോന്ന് നോക്കാനാണ്. ഒരു പ്രതീക്ഷ. എന്നാൽ സഹോദരൻ ഏത് ലെവലിലാണെന്നറിയുന്ന ജുൻഹോ വീട്ടിലെത്തി കണ്ടോന്നുള്ള ചോദ്യത്തിന് ഇല്ല എന്ന മറുപടിക്ക് പുറകെ ഇൻഹോയുടെ കാര്യങ്ങൾ അറിയുകയാണ്. ഇൻഹോ അവരുടെ ദത്തുപുത്രനായിരുന്നു. ജുൻഹോയുടെ ജീവൻ നിലനിർത്താൻ സ്വന്തം കിഡ്നി പോലും കൊടുത്ത ഒരാളാണ്. ഭാര്യയുടെ മാറാരോഗം മൂലം പണം ആവശ്യമായി വന്നപ്പോൾ ജോലിയിൽ കൈക്കൂലി മേടിച്ചതോടെ ഇൻഹോയുടെ ജീവിതം ആകെ തലകീഴായി മറിഞ്ഞു, തകർന്നു. അതോടെ ഭാര്യയെ രക്ഷപ്പെടുത്താനുള്ള മാർഗങ്ങളും അടഞ്ഞു. അങ്ങനെയായിരിക്കണം സ്ക്വിഡ് ഗെയിമിലേക്കുള്ള ക്ഷണം വന്നത്. നോൾ ബൊമ്മ വേഷമിട്ട് പാർക്കിലൂടെ ചുറ്റിക്കറങ്ങുമ്പോൾ അവരെ സന്തോഷത്തോടെ നോക്കി നിൽക്കുന്ന മറ്റേ പടം വരച്ചു കൊടുത്ത് ആ കുട്ടിയെ ശ്രദ്ധയിൽപ്പെടാതെ പോകുമ്പോൾ ആ കുട്ടിക്ക് അതിൽ സങ്കടവും. മറ്റൊരു പ്രത്യേകത നോളിൻ്റെ അവസാന ഷിഫ്റ്റാണത്. വൈകി മാനേജർക്ക് രാജിക്കത്ത് കൊടുക്കുമ്പോൾ പെട്ടെന്നുള്ള തീരുമാനത്തിൽ അമ്പരപ്പുണ്ടാവുന്നെങ്കിലും രാത്രി ഡിന്നറിന് കൂടി കൊളീഗ്സിനോട് യാത്ര പറഞ്ഞേക്കാൻ പറയുന്നത് കേട്ട് അവിടെ നിന്ന് ഇറങ്ങുന്നു. ഭവിഷ്യത്തറിയാതെ സ്ക്വിഡ് ഗെയിമിലേക്ക് പങ്കെടുക്കാൻ ജോലി രാജിവെച്ച് പുറത്തേക്കിറങ്ങി നടക്കുമ്പോളാകട്ടെ ആ കൊച്ചുകുട്ടിയെ അബോധാവസ്ഥയിലെ ആംബുലൻസിൽ കയറ്റിക്കൊണ്ടുപോകുന്നത് കാണുകയാണ്. പിറകെ ചിത്രകാരനെ അച്ഛനും ഓടി വന്ന് വണ്ടിയിൽ കയറി പോയ ശേഷം അവിടെ വീണ് കിടക്കുന്ന കുട്ടിയുടെ തൊപ്പി നോൾ എടുക്കുമ്പോൾ ജീഹൻ ഓൺ മിഷൻ. അണപ്പല്ലെടുത്ത് ആ സ്ഥാനത്തേക്ക് പല്ലിൻ്റെ അതേ ആകൃതിയിലുള്ള ഒരു ട്രാക്കർ സ്ഥാപിക്കുകയാണ്. ചെയ്ത ഉപകാരം പുറത്ത് ആരോടും പറയാതിരിക്കാൻ ഡെന്റിസ്റ്റിന് നല്ല കനത്തിൽ വേണ്ടത് നൽകി അയക്കുമ്പോൾ നോൾ കുട്ടി കിടക്കുന്ന ആശുപത്രിയിലെത്തി ആ തൊപ്പി വെച്ച് കൊടുത്തിട്ട് പോകുന്നു. ഉസാക്ക് അത്യാവശ്യം നല്ല ടീമിനെ ഒപ്പിച്ച് ട്രെയിനിങ് നൽകുകയാണ്. അടുത്ത ദിവസമാണ് ഒക്ടോബർ 31. ഉസാക്കുമൊത്ത് ക്ലബിലേക്ക് പോകാമെന്നും ജുൻഹോയെ ഒരിക്കലവർ കണ്ടതുകൊണ്ട് അത് വേണ്ടെന്നും റിസ്ക് ആണെന്നും ജീഹൻ പ്ലാൻ ചെയ്യുമ്പോൾ ടീമുകൾ ക്ലബിന് പുറത്ത് സജ്ജമായി പ്രസന്റ് ആയിരിക്കും. ചിലപ്പോൾ തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാലെന്ന് പറഞ്ഞു തുടങ്ങുന്ന ജീഹനെ തടുത്ത് ഉസാക്ക് ഒന്നും പേടിക്കേണ്ടെന്നും ട്രാക്കർ ഉള്ളതുകൊണ്ട് എവിടേക്ക് തട്ടിക്കൊണ്ടുപോയാലും പിന്തുടർന്നെത്തുമെന്ന് സമാധാനിപ്പിക്കുന്നു. നെർവസ് ആയിട്ടുള്ള ജീഹൻ തന്റെ മകളെ കോൾ ചെയ്യുന്നെങ്കിലും സംസാരിക്കാൻ വാക്കുകൾ കിട്ടാതെ വിങ്ങുന്നു. നോളിന്നേരം കാർഡിലെ നമ്പർ വിളിച്ച് തന്റെ പേര് വിവരങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അടുത്ത ദിവസം ഇന്ന സ്ഥലത്തെത്താൻ പറയുന്നത് കേട്ട കാർഡ് തീയിൽ ചുട്ട് ചാമ്പലാക്കുന്നു. കൂടെ മുമ്പ് ആ കുട്ടി കൊടുത്ത ഡ്രോയിങ്ങും. ഹാലോവിൻ ഡേ. ജീഹനും ഉസാക്കും ജുൻഹോയും ക്ലബിനടുത്തായി കാർ നിർത്തി ചുറ്റുപാടും നിരീക്ഷിക്കുന്നു. ഹാലോവിൻ ആയതുകൊണ്ട് എല്ലാവരും പ്രച്ഛന്ന വേഷത്തിൽ നടക്കുന്നതുകൊണ്ട് ഫ്രണ്ട്മാനും മാസ്ക് ധരിച്ച് നടക്കുമ്പോൾ ആർക്കും സംശയം തോന്നില്ല. ബുദ്ധി മനസ്സിലാക്കി ഇരുവരും ക്ലബിലേക്ക് കയറുമ്പോൾ ജുൻഹോ കാറിൽ തന്നെ ഇരുന്ന് അവരോടും കുറച്ചു മാറി കാത്തു നിൽക്കുന്ന ടീമുകളുമായി ലൈനിലുണ്ട്. ക്ലബിൽ കയറി ചുറ്റും പരതുകയാണ് ജീഹനും ഉസാക്കും. ഉസാക്കിൽ നിന്നും സാഹചര്യം മനസ്സിലാക്കി അങ്ങനെ ഇരിക്കുന്ന ജുൻഹോ പെട്ടെന്ന് 2 പിങ്ക് സ്യൂട്ട് ധാരികൾ നടന്ന ക്ലബിനുള്ളിലേക്ക് കയറുന്നത് കാണുന്ന പാടെ കാറിൽ നിന്ന് പുറത്തേക്കിറങ്ങി ഉസാക്കിനോട് അവരെ നോക്കാൻ പറഞ്ഞ് അകത്തേക്ക് കയറുമ്പോൾ ഇന്നേരം സുപ്പീരിയർ മാസ്ക് ധരിച്ച ഒരാൾ ജീഹന്റെ മുന്നിൽ പ്രത്യക്ഷനായി നടക്കുന്നത് കണ്ട് പിന്തുടരുമ്പോൾ മറ്റേ പിങ്ക് സ്യൂട്ട് ഗൈ ഉസാക്കിനെ ഷോക്ക് എടുപ്പിച്ച് ബോധം കെടുത്തുന്നു. ഇതോടെ കോണ്ടാക്ട് പോയി ജുൻഹോ വന്ന് നോക്കുമ്പോൾ അൺകോൺഷ്യസ് ആയി കിടക്കുന്ന ഉസാക്ക്. ട്രാക്കർ ലൊക്കേഷൻ ഫോളോ ചെയ്ത് ജുൻഹോ പിന്തുടർന്നെത്തുമ്പോൾ ജീഹൻ ഒരു ലിമോയിൽ പോകുന്നത് കണ്ടപാടെ ടീമുകൾക്ക് നിർദ്ദേശം നൽകി അവർ ആ വണ്ടിയെ പിന്തുടരുമ്പോൾ ലിമോയ്ക്കുള്ളിൽ ജീഹൻ ഫ്രണ്ട്മാനുമായി സംസാരിക്കുകയാണ് ഒരു സ്പീക്കർ വഴി. നിങ്ങൾ ആ പ്ലെയിനിൽ കയറി പോകണമായിരുന്നുവെന്നും ഇപ്പോൾ എന്താണ് ആവശ്യമെന്നും തിരക്കുമ്പോൾ ഗെയിം എന്നേക്കുമായി നിർത്തണമെന്ന് ജീഹൻ. ഗെയിം ഞാൻ ക്രിയേറ്റ് ചെയ്തത് മാത്രമാണ്, എന്നാൽ മത്സരാർത്ഥികൾ അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് എത്തിപ്പെടുന്നത്. നിന്റെ ക്ലയൻസിനെ സൂചിപ്പിക്കാൻ വേണ്ടി ജീവിതത്തിൽ കഷ്ടപ്പെടുന്നവരെ മയക്കിക്കൊണ്ടുപോയി കൊല്ലുന്നതിങ്ങനെ സ്വന്തം ഇഷ്ടപ്രകാരമെന്ന മധുരവാക്കുകളിൽ പൊതിഞ്ഞാലും അതെത്ര നീചമാണെന്ന് നിനക്ക് വ്യക്തമായി അറിയാമെന്ന് പറയുമ്പോൾ മരിച്ചവരെല്ലാം ഗെയിമിൽ തോറ്റുപോകുന്നവരാണെന്നും അത് കുപ്പയെ നീക്കം ചെയ്യുന്നത് പോലെയാണ്. നമ്മുടെ ലോകത്തിലും ഇതുപോലെ കുപ്പകൾ നിറഞ്ഞു വരികയാണ്. ഈ ലോകം ഇങ്ങനെ തുടരുന്നിടത്തോളം ഗെയിമും തുടർന്നുകൊണ്ടേയിരിക്കുമെന്നുള്ള ഫ്രണ്ട്മാൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. പാലം കടന്നു പോകുന്ന ലിമോയെ ടീംസും പിറകെ ജുൻഹോയും ആള് കുറഞ്ഞ സ്ഥലത്തെത്തി ബ്ലോക്ക് ചെയ്യാൻ പിന്തുടരുമ്പോൾ ജീഹന്റെ വാക്കുകളിൽ നിന്ന് VIPs ആണ് ടാർഗറ്റ് എന്ന് മനസ്സിലാക്കുന്ന നേരം ലീമോ ഒരു ഏരിയയിൽ തന്നെ വട്ടം ചുറ്റിക്കൊണ്ടിരിക്കുന്നതിൽ എന്തോ പന്തികയുടെ ഗ്യാങ്സിന് തോന്നുന്നതും എങ്ങു നിന്നോ സ്നൈപ്പർ ഷോട്ട്സ് വരികയാണ്. വണ്ടികളുടെ ടയറിൽ വെടിവെച്ച് പിന്തുടരുന്നത് മുകളിൽ നിന്നുകൊണ്ട് പിങ്ക് സ്യൂട്ട്സ് നിർത്തിക്കുമ്പോൾ ഇത് കണ്ട് ഫോളോ ചെയ്യാൻ കത്തിക്കുന്ന ജുൻഹോയുടെ വണ്ടിയിലും അവർ ബോംബ് വെച്ചിട്ടുള്ളതെ തുടർന്ന് അതും ഡൗൺ ആവുന്നു. ഫ്രണ്ട്മാൻ കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാക്കി നീ എന്നെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുവാണോ എന്ന് ചോദിക്കുമ്പോൾ വെപ്രാളപ്പെട്ട് ജീഹൻ കാർ നിർത്തിക്കാൻ പറഞ്ഞ് കയ്യിലെ തോക്കെടുത്ത് ഫ്രണ്ട് സീറ്റിലേക്ക് വെടിയുതിർക്കുന്നു. എന്നാൽ ഗ്ലാസ് ബുള്ളറ്റ് പ്രൂഫും. ഒരു ചെറിയ തോക്കുകൊണ്ട് നിനക്ക് ഗെയിം നിർത്താൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ തോക്ക് താഴെ വെച്ച് കുറച്ചു നേരം ഒന്നിരുന്നിട്ട് എനിക്ക് വീണ്ടും കളിക്കണം. കുറച്ചു മുമ്പ് വരെ കളി നിർത്തണമെന്ന് പറഞ്ഞിരുന്ന നീയാണോ ഇപ്പോഴിങ്ങനെ പറയുന്നത് ഫ്രണ്ട്മാൻ പരിഹസിക്കുമ്പോൾ വീണ്ടും ബോധം കെടുത്തി കളിയിലേക്ക് കൊണ്ടുപോകാനും നിന്റെ VIPsന് വിജയ് തിരിച്ചെത്തി വീണ്ടും കളിക്കുന്നത് കാണാൻ കൂടുതൽ രസമായിരിക്കില്ലേ എന്നും എന്താ ഇൽനാം എന്നോട് തോറ്റുപോയ പോലെ തോൽക്കുമെന്ന് നിനക്കും പേടിയുണ്ടോ എന്ന് ജീഹൻ.
മരണക്കിടക്കയിൽ വെച്ച് ഇല്ലാം ബെറ്റ് വെച്ച് തോറ്റതെക്കുറിച്ചാണ് ജിഹൻ ഉദ്ദേശിക്കുന്നത്. ഫ്രണ്ട്മാനാകട്ടെ ബദലിന് നീ മെട്രിക് സിനിമ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. ബ്ലൂ പില്ലെടുത്ത് ഒരു നല്ല ജീവിതം ജീവിക്കാമായിരുന്നു, എന്നാൽ അവർ റെഡ് പില്ലെടുത്ത് ഹീറോ ആകാൻ കുറേ കഷ്ടപ്പെട്ടു. അതുപോലെ നീയും ഒരു ഹീറോ ആകാൻ നോക്കുകയാണോ എന്നും നിനക്ക് ഈ ലോകത്തെ മാറ്റാൻ കഴിയുമെന്നും കരുതുന്നുണ്ടോ എന്നുള്ള ചോദ്യത്തിന് ഈ ലോകം നീ വിചാരിക്കുന്നത് പോലെ അല്ലെന്നും നിന്റെ വിചാരമൊക്കെയും തെറ്റാണെന്ന് ഞാൻ തെളിയിക്കും എന്നുമുള്ള മറുപടി കേട്ടപാടെ അയാൾ കാറിനുള്ളിൽ ഗ്യാസ് തുറന്നുവിട്ട് ബോധം കെടുത്തുകയാണ്. കാറിന് മുന്നിലിരിക്കുന്ന ഫ്രണ്ട്മാൻ പ്ലെയർ 456നെ വീണ്ടും ഗെയിമിലേക്ക് സ്വാഗതം ചെയ്യുന്നുണ്ട്. ട്രാക്കർ വഴി ഈ സംഭാഷണമെല്ലാം കേട്ട ജുൻഹോ ടീമുകളോട് പ്ലാൻ ബി വർക്കായെന്ന് അറിയിക്കുന്നു. സോ അവർക്കൊരു പ്ലാൻ ബി ഉണ്ടായിരുന്നു, അതും പ്രതീക്ഷ പോലെ നടന്നിരിക്കുന്നെന്ന് മനസ്സിലാക്കാം. ഇതേ സമയം മറ്റൊരിടത്തേക്ക് നോളെത്തി അവിടെ കിടപ്പുള്ള 3 കണ്ടെയ്നറുകൾ ഒന്നിലേക്ക് കയറി അതിൽ അറേഞ്ച് ചെയ്തിട്ടുള്ള കൊച്ചുമുറികളിൽ ഒന്നിലേക്ക് കടക്കുന്നതും കണ്ടെയ്നർ നീങ്ങുന്നു. 11ാം മുറിയിൽ നിന്ന് പിങ്ക് സ്യൂട്ടും ധരിച്ച് ട്രയാങ്കിൾ മാസ്ക് ധരിക്കുന്ന നോൾ. അപ്പോൾ നോൾ മത്സരിക്കാനല്ല, നിയന്ത്രിക്കാനാണ് ഒരുങ്ങിയിരിക്കുന്നത്. ഒപ്പം ആ 3 ലോറികൾ നിറച്ചും ഇതേപോലുള്ളവരും. അങ്ങനെ അതാ പുതിയൊരു ഗെയിമിനുള്ള എല്ലാം സെറ്റായി കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ പുതിയൊരു അംഗത്തിനായി വീണ്ടും ആ നിഗൂഢ ദ്വീപിൽ എത്തിയിരിക്കുകയാണ് സാങ്ജിയാൻ. ഇത്തവണ ട്രാക്കർ വെച്ച് സ്ഥലം കണ്ടുപിടിച്ച് ജുൻഹോ, ഉസാക്കും സംഘവുമൊത്ത് ക്യാപ്റ്റൻ പാർക്കിന്റെ ബോട്ടിൽ യാത്രയ്ക്കൊരുങ്ങുമാണ്. ജീഹനെ അവർ കൊന്നു കാണുമോയെന്ന് വ്യാകുലപ്പെടുന്ന ഉസാക്കിനോട് അങ്ങനെ ചെയ്യാനായിരുന്നെങ്കിൽ ആ ദ്വീപിലേക്ക് കൊണ്ടുപോകേണ്ട കാര്യമില്ലായിരുന്നു, ഇവിടെ വെച്ചേ തീർക്കാമായിരുന്നു എന്ന് ജുൻഹോ. അഥവാ നമുക്ക് ഫ്രണ്ട്മാനെ ജീവനോടെ കിട്ടിയില്ലെങ്കിൽ ബാക്കപ്പ് പ്ലാൻ പ്രകാരം ആ ദ്വീപിൽ പമ്മി പതുങ്ങി നീങ്ങണമെന്നല്ലേ ജീഹൻ പറഞ്ഞിരിക്കുന്നത്. ഗെയിംസ് തുടങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും അയാളുടെ ജീവൻ ആപത്തിലാവും. എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കുക എന്നതിൽ മാത്രമാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. അങ്ങനെ GPS ട്രാക്കർ വെച്ച ദ്വീപിലേക്ക് നീങ്ങുമ്പോൾ അവിടെ ഇന്നേരം വീണ്ടും ആ സംഗീതം മുഴങ്ങുന്നു. അത് കേട്ട് എഴുന്നേൽക്കുന്ന ജീഹൻ 456 എന്നുള്ള അതേ യൂണിഫോം ധരിച്ച് അതേ സ്ഥലത്ത് നടന്നിറങ്ങി വരുന്ന ജീഹനെ കണ്ട് ഒരു സ്ത്രീ കൃത്യമായി ജീഹൻ്റെ കാര്യങ്ങൾ പറയുകയാണ്. പ്ലെയർ 456, നിങ്ങളുടെ മനസ്സിൽ നല്ല ഭാരമേറിയ കാര്യങ്ങളാണുള്ളത്. നിൽക്കാനോ പോകാനോ വയ്യാത്ത അവസ്ഥ. ജയിക്കാനും കഴിയില്ല, കാരണം അതാണ് നിങ്ങളുടെ തലവിധി. അലഞ്ഞു നടക്കുന്ന കുറേ ആത്മാക്കൾ നിന്നെ വരിഞ്ഞു മുറകുന്നത് എനിക്ക് കാണാം. ഇവിടെ നീയായിട്ട് എത്തിയതല്ല, ആത്മാക്കൾ നിന്നെ ഇവിടെ എത്തിച്ചതാണ്. കുഴപ്പമില്ല, ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അതിനുള്ള പരിഹാര കർമ്മങ്ങൾ ചെയ്തു തരാമെന്ന് പറഞ്ഞു നിൽക്കുമ്പോൾ പിങ്ക് സ്യൂട്ട്സ് എത്തുന്നത് കണ്ട് അവർ അങ്ങോട്ടേക്ക് പോകുന്നു. ഏതോ കൊറിയൻ കാക്കാത്തിയാണെന്ന് തോന്നുന്നു. കാവൽക്കാരെത്തി അതിലെ തലവൻ പാർട്ടിസിപ്പൻസിനെ സ്വാഗതം ചെയ്ത് തോൽക്കുന്നവരെ കൊല്ലുന്നതൊഴിച്ചുള്ള ഗെയിമിൻ്റെ കാര്യങ്ങളും പണത്തെക്കുറിച്ചും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായും ബോധം കെടുത്തി അവിടെ എത്തിച്ചതിനെക്കുറിച്ചുള്ള വിയോജിപ്പ് പ്രകടിപ്പിക്കുന്ന കുറച്ച് പ്ലെയേഴ്സും ഡ്രസ്സ് ചേരുന്നില്ലെന്നും വിലപിടിപ്പുള്ള ഷൂസ് തിരികെ തരാനുമൊക്കെ ഓരോരുത്തർ പറയുമ്പോൾ എൻ്റെ ഫോൺ വേണമെന്ന് പറഞ്ഞു വരുന്ന പ്ലെയർ 333 അതെന്നാ സ്റ്റേഷനിൽ വെച്ച് കണ്ടവനാണ്. പേര് ലീ മ്യൂങ്കി. ട്രേഡിങ്ങിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണെന്നും അതടിക്കടി ചെക്ക് ചെയ്യണമെന്നും പറഞ്ഞ് ഫോണിനായി വാശി പിടിക്കുന്ന ലീക്ക് മുന്നിൽ അയാളുടെ ചരിത്രത്തിൻ്റെ AV കാട്ടുന്നു. 30 വയസ്സ്, MG കോയിൻ എന്ന യൂട്യൂബ് ചാനൽ നടത്തി ഒരു പുതിയ തരം ക്രിപ്റ്റോ കറൻസി പ്രൊമോട്ട് ചെയ്ത് സബ്സ്ക്രൈബേഴ്സിനെ എല്ലാം കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യിപ്പിച്ച് 15 ബില്യൺ വോണോളം നഷ്ടമുണ്ടാക്കി ഒളിവിലായി. ഇപ്പോൾ പോലീസ് തിരഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇത് കേട്ട് ലീ വായടഞ്ഞു നിൽക്കുമ്പോൾ അവിടെ നിൽപ്പുള്ള പലരുടെയും കടബാധ്യതയെക്കുറിച്ചുള്ള വിവരങ്ങൾ പറയുകയാണ്. മുൻപ് ഡ്രസ്സ് മാറിത്തരാൻ ചോദിച്ച മീന, കടം 45 മില്യൺ. വിലപിടിപ്പുള്ള ഷൂസ് ചോദിച്ച പർപ്പിൾ മുടിയൻ പ്ലെയർ 230 സുബങ് 1.19 ബില്യൺ. പ്ലെയർ 120 ഹ്യൂൻജു 330 മില്യൺ. ഓ, അപ്പോൾ ഇവിടെയും ഒരു കുഞ്ചു ഉണ്ടല്ലോ. അങ്ങനെ പറഞ്ഞൊടുവിൽ അതിലെ പ്രായം ചെന്ന ഒരാളായ ജോങ്തെ, പ്ലെയർ 100, കടം 10 ബില്യൺ എന്ന് കേട്ടവടെ എല്ലാവരും ചുറ്റും നോക്കുകയാണ് ഇത്രയും വലിയ കടമുള്ള അയാളെ. ഇന്നേരം കാവൽക്കാരൻ വീണ്ടും മോഹവാക്കുകൾ പറഞ്ഞ് നിങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം ഇവിടെ എത്തിപ്പെട്ടപ്പോൾ കയ്യിൽ കോടികളുമായി മടങ്ങണോ അതോ കടക്കാരുടെ തല്ലുകൊള്ളാൻ വെറും കൈയോടെ തിരിച്ചു പോകണമെന്നെല്ലാം ചോദിച്ചു നിൽക്കുമ്പോൾ ജീഹൻ ആ ട്രാക്കറെ പല്ലൊന്ന് പിടിച്ച് നോക്കുവാണ്. ട്രാക്ക് ചെയ്ത് അവർ ഇതുവരെ എത്താത്തത് എന്താണെന്ന സംശയത്തിൽ. ഇതേസമയം ബോട്ടിൽ ടീം ആ ദ്വീപിനടുത്ത് എത്തിയിരിക്കുന്നു. വണ്ടറടിച്ച് നിൽക്കുന്ന എല്ലാ പ്ലെയേഴ്സിൻ്റെയും മുന്നിലേക്കൊരു കൂറ്റൻ പിഗ്ഗി ബാങ്ക് പ്രത്യക്ഷമാക്കിയിട്ട് നിങ്ങളുടെ പ്രൈസ് മണി ഓരോ ഗെയിം കഴിയുമ്പോഴും ഇതിൽ വന്ന് നിറയുമെന്ന് പറയുമ്പോൾ അത് കണ്ട് എക്സൈറ്റഡായി ഒരുവൻ എത്ര രൂപ കിട്ടുമെന്ന് ചോദിക്കുമ്പോൾ 45.6 ബില്യൺ വോൺ ആണ് വിജയിക്കുള്ള സമ്മാനത്തുക എന്ന് കേട്ടപാടെ എല്ലാവരും അതിശയിച്ച് അത്രയും പണം ഒരാൾക്ക് മാത്രം എങ്ങനെ കിട്ടുമെന്ന് അങ്ങനെ നിൽക്കുമ്പോൾ പ്രൈസ് മണി എങ്ങനെ ഭാഗം ചെയ്യുമെന്നുള്ളത് ആദ്യ ഗെയിം കഴിഞ്ഞ് വെളിപ്പെടുത്തുന്നതായിരിക്കുമെന്ന് പറഞ്ഞ് നമ്മൾ കണ്ടിട്ടില്ലാത്ത പുതിയൊരു ഓപ്ഷനും കൂടി എടുത്തു വയ്ക്കുകയാണ്. അതെന്തെന്നാൽ ഓരോ ഗെയിം കഴിയുമ്പോഴും വോട്ടിംഗ് ഉണ്ടാകും. ഗെയിം തുടരണോ വേണ്ടി വന്ന് നിർത്തണമെന്ന് ഭൂരിഭാഗം പേർ വോട്ട് ചെയ്താൽ അതുവരെ എത്തി നിൽക്കുന്ന പണവുമായി എല്ലാവർക്കും ഒരുമിച്ച് മടങ്ങാം. പക്ഷേ ജീഹൻ അന്ന് കളിക്കാനെത്തിയപ്പോൾ ആദ്യ ഗെയിം കഴിഞ്ഞുള്ള ഒരൊറ്റ വോട്ടിംഗ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മാത്രമല്ല ആ സമയം വരെ ലഭിച്ച പണം മരിച്ചവരുടെ വീട്ടിലേക്ക് എത്തുമെന്നുള്ള നിബന്ധനയും. ഓരോ ഗെയിം കഴിയുമ്പോഴും വോട്ടിംഗ് സിസ്റ്റം ഉണ്ടായിരുന്നെങ്കിൽ സാങ്കുവും സെബിയോക്കും ഇപ്പോൾ തൻ്റെ കൂടെ ഉണ്ടായിരുന്നേനെ എന്ന കാര്യം ആലോചിച്ചുകൊണ്ട് പുതിയ ഓപ്ഷനെ ജീഹൻ ചോദ്യം ചെയ്യുകയാണ്. എപ്പോൾ വേണേലും ക്വിറ്റ് ചെയ്ത് അതുവരെ കിട്ടിയ പണവുമായി തിരികെ പോകാമെന്നാണോ നിങ്ങൾ പറയുന്നത്? അതെ. ഇത് കേട്ട് അന്തിച്ച് നിൽക്കുമ്പോൾ മുമ്പ് എത്ര രൂപ കിട്ടിയിട്ടെന്ന് ചോദിച്ച പ്ലെയർ 7ൻ്റെ അടുക്കിലേക്ക് ഒരു പ്രായം ചെന്ന സ്ത്രീ വെപ്രാളപ്പെട്ട് വന്ന് ചോദിക്കുവാണ്. ഡാ, നീ എന്താ ഇവിടെ? അമ്മയോ? നിങ്ങളെന്താ തള്ള ഇവിടെ?
അപ്പോൾ ഇത്തവണ ഗെയിമിലേക്ക് ഒരമ്മയും മകനും കൂടി എത്തിയിരിക്കുകയാണ്. കടം മൂലം ഇരുവരും പരസ്പരം അറിയാതെ പണമുണ്ടാക്കാൻ ഇവിടെ എത്തിപ്പെട്ട് വഴക്കടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗെയിമിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ കൺസേണിൽ ഒപ്പിടാൻ നിർദ്ദേശിക്കുന്നതനുസരിച്ച് എല്ലാവരും തലയ്ക്കുമീതിയുള്ള കൂറ്റൻ പണപ്പെട്ടി കൊണ്ട് ഒപ്പിടുകയാണ്. ഇതിനിടയിൽ യൂട്യൂബ് ചാനൽ നടത്തിയ ലീയുടെ സബ്സ്ക്രൈബറുടെ സ്നേഹപ്രകടനം. അവൻ പറഞ്ഞത് കേട്ട് പൈസ പോയ ഒരുത്തനാണ് പർപ്പിൾ ഹെയർ സുബങ്. നിന്നെ നേരിൽ കാണാൻ കാത്തിരിക്കുകയായിരുന്നെന്നും പറഞ്ഞ് ലീക്കിട്ട് 2 ലൈക്ക് കൊടുക്കാൻ നേരം കൂടെ കൂട്ടിയിട്ടുള്ള പ്ലെയർ നാഗ്യു വേണ്ടെന്നും ആൾക്കാർ നോക്കുന്നെന്നും 2 കമൻ്റ് അടിച്ച് അവനെ സബ്സ്ക്രൈബ് ചെയ്യിച്ചുകൊണ്ട് പോകുമ്പോൾ ഇതെല്ലാം കണ്ടു നിൽക്കുന്നവരിൽ അവളുമുണ്ട്. ജുൻഹി, മുൻപ് ഗൈനക്കോളജി ഒപിയിലിരുന്ന് ലീയെ വിളിച്ചതായി കണ്ട ആ പെൺകുട്ടി. അങ്ങനെ പുതിയ നിബന്ധനകൾ അടങ്ങിയിട്ടുള്ള ഫോമിലേക്ക് ജീഹനും സൈൻ ചെയ്യുമ്പോൾ ജുൻഹോയോട് ക്യാപ്റ്റൻ പാർക്ക് നീ ഇതെല്ലാം നിർത്തിയതെന്നല്ലേ പറഞ്ഞേ? വീണ്ടും ഇപ്പോൾ കുറേ ഭീമന്മാരെ കൂട്ടി ദ്വീപം തിരക്കി പോകുന്നത് എന്തിനാണെന്നും എനിക്കതറിയേണ്ട കടമയുണ്ടെന്നും ആവശ്യപ്പെടുമ്പോൾ ജീഹനെ കണ്ടുകിട്ടിയതും അതെന്നേക്കുമായി അവസാനിപ്പിക്കാനായി ട്രാക്കറും ഘടിപ്പിച്ച് വീണ്ടും അവിടെ എത്തിയതായുള്ള വിവരം ജുൻഹോ വെളിപ്പെടുത്തുകയാണ്. അങ്ങനെ ദ്വീപിനടുക്കലേക്ക് എത്തുമ്പോൾ അത് കൃത്യമാണെന്നറിയാൻ ഡ്രോൺ പായിച്ച് നോക്കാമെന്ന് ജുൻഹോ പറഞ്ഞിട്ട് ഉസാക്കൻ ടീമും പതിയെ നടന്നു നീങ്ങാനും നിർദ്ദേശിക്കുന്നു. പർപ്പിൾ ഹെഡ് ആള് ചില്ലറക്കാരനല്ല, ഒരു റാപ്പറാണ്. താനോസ് എന്ന പേരിൽ അറിയപ്പെടുന്ന അവനെ എല്ലാവരും തിരിച്ചറിയുന്നതോടെ അവനുമായി ഫോട്ടോ എടുക്കാൻ എല്ലാത്തിനും ദാഹം. കാവൽക്കാരനെത്തി നടക്കില്ലെന്ന് പറഞ്ഞ് പിടിച്ചു മാറ്റി അങ്ങനെ എല്ലാവരും ഒറ്റയ്ക്കൊറ്റയ്ക്കായി ഫോട്ടോയ്ക്ക് നിർത്തുമ്പോൾ ഒരാളെ കണ്ട് അമ്മയ്ക്ക് മകനോടൊരു സംശയം. മോനെ, അതാണാണോ പെണ്ണാണോ? അതെ, ഗെയിമിൽ ഒരു ട്രാൻസ്ജെൻഡറും ഉൾപ്പെട്ടിട്ടുണ്ട്. അത് നേരത്തെ കണ്ട കുഞ്ചു തന്നെ. ജീഹൻ ഒരു സർപ്രൈസായി അവിടെ തൻ്റെ സുഹൃത്ത് ജമ്പനുമുണ്ട്. മുൻപ് കുതിരപ്പന്തയമൊക്കെ ഒരുമിച്ച് നടത്തിയതായി കണ്ടയാൾ. പൈസ കടം തരാതിരുന്നതിനായിരിക്കും കഴിഞ്ഞ 3 വർഷത്തോളം തൻ്റെ കൺമുമ്പിൽ വരാതിരുന്നത് എന്നുള്ള പരുവം പറയുന്ന ജമ്പനോട് ഇവിടെ എത്തിപ്പെട്ട എന്തിനെന്ന് തിരക്കുമ്പോൾ കക്ഷി ഡിവോഴ്സായി. കുട്ടിയെ ഭാര്യ കൊണ്ടുപോയി. തനിക്ക് കസ്റ്റഡിയിൽ വേണമെങ്കിൽ പോറ്റാനുള്ള ശേഷിയുള്ളതായി കാണിക്കണം. അതിന് പണത്തിനായി എത്തിയിട്ടുള്ളതാണ്. ജീഹൻ അവിടേക്ക് എത്തിപ്പെട്ട അതേ അവസ്ഥ. അധികമൊന്നും വിട്ടു പറയാതെ ഗെയിമിൽ എന്ത് സംഭവിച്ചാലും എൻ്റെ പിറകിൽ തന്നെ നിൽക്കണമെന്ന് കടുപ്പിച്ച് കൂടെ വരാൻ പറയുമ്പോൾ ജീഹനെ കണ്ട് ഇവനിത് എന്ത് പറ്റിയെന്ന് ജമ്പൻ പിറകെ നടക്കുമ്പോൾ കടലോരത്ത് കാലുകുത്തിയിരിക്കുകയാണ് ഉസാക്കും സംഘവും. GPS നോക്കി നടക്കുമ്പോൾ ഡ്രോൺ പായിച്ച് തെരയുന്ന ജുൻഹോയും. അങ്ങനെ ആദ്യ ഗെയിം റെഡ് ലൈറ്റ് ഗ്രീൻ ലൈറ്റ് കളിക്കാൻ എത്തിയിരിക്കുകയാണ് എല്ലാവരും. താനോസ് അതിനിടയിൽ കൂടി ബ്യൂട്ടി കോൺഷ്യസായ മീനെ പഞ്ചേരടിച്ച് വശത്താക്കാൻ നോക്കുമ്പോൾ എല്ലാവരും ആ ക്യൂട്ട് കുട്ടി ബൊമ്മയെ നോക്കി അങ്ങനെ നിൽക്കുകയാണ്. എന്താണ് തൻ്റെ സംഘം ട്രാക്ക് ചെയ്ത് ഇവിടെ എത്താത്തതെന്ന് പല്ലൊന്നെടുത്ത് നോക്കാൻ നേരം വാതിലുകൾ അടഞ്ഞ് നിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുന്നു. ഇന്നേരം ട്രാക്ക് ചെയ്ത് ഉസാക്കെത്തുന്നത് അവിടെ ചൂണ്ടയിട്ട് നിൽക്കുന്ന ഒരുവൻ്റെ അടുക്കൽ. ചൂണ്ടക്കുള്ള മണ്ണിരപ്പാട്ടയിൽ എക്സാക്ട് ലൊക്കേഷൻ കാണിച്ചതിനെ തുടർന്ന് അതിൽ നോക്കുമ്പോൾ ട്രാക്കർ അതിനുള്ളിൽ. ജീഹൻ പല്ലെടുത്ത് നോക്കുന്ന നേരം അതിൽ ട്രാക്കറുമില്ല. ആൻഡ് ദാറ്റ് മൊമെൻറ്റ് ഹി ന്യൂ. പെട്ടുമോനെ. ഇത്രയും സജ്ജീകരണങ്ങളുള്ള അവർക്കാണ് ഒരു കൊച്ചു ട്രാക്കർ കണ്ടുപിടിക്കാൻ പാട്. അവർ ട്രാക്കർ എടുത്ത് ഒരു മണ്ണിരപ്പാട്ടയിലാക്കി ചൂണ്ടയിട്ട് നിൽക്കുന്നവന് കൊടുത്തപ്പോൾ ആ കണക്ഷനും നഷ്ടമായ ജീഹൻ ഇനി ഒരേ ഒരു വഴി, ഗെയിം കളിക്കുക അല്ലെങ്കിൽ മരിക്കുക. ഉടനൊന്നും നോക്കാതെ എല്ലാ പ്ലേയേഴ്സിൻ്റെയും മുന്നിൽ വന്നു നിന്ന് പാട്ട് നിൽക്കുമ്പോൾ അനങ്ങുന്നവരെ മോഷൻ സെൻസർ വെച്ച് ട്രാക്ക് ചെയ്ത് കണ്ടുപിടിച്ച് കൊല്ലുമെന്നും സൂക്ഷിക്കാനും താക്കീത് നൽകുന്നെങ്കിലും ഇവൻ പൊട്ടനാണോന്നും ഇതിവൻ ഒറ്റയ്ക്ക് പണമടിക്കാനുള്ള പരിപാടിയാണെന്നൊക്കെ പറഞ്ഞ് തള്ളിക്കളഞ്ഞ് അങ്ങനെ നിൽക്കുമ്പോൾ ഗെയിം ആരംഭിച്ചിരിക്കുകയാണ്. ജീഹൻ നിൽക്കുന്നിടത്ത് തന്നെ അനങ്ങാതെ നിന്നെല്ലാവർക്കും ശക്തമായ നിർദ്ദേശങ്ങൾ നൽകുവാണ്, നിൽക്കാനും നടക്കാനും. അങ്ങനെ കുറച്ച് അറ്റംപ്റ്റ് കഴിയുമ്പോൾ താനോസിനടുത്ത് നിൽക്കുന്ന മീനയുടെ കഴുത്തിൽ ഒരു കൊച്ചു തേനീച്ച വന്നിരിക്കുകയാണ്. അതിനെ ആട്ടിപ്പായിച്ചിട്ട് ഞാൻ അനങ്ങിപ്പോയല്ലോ എന്ന് പറയുന്നതും ഒരു ഹെഡ് ഷോട്ട്. എല്ലാവരും ഷോക്കായി നിൽക്കുമ്പോൾ ആ തേനീച്ച വന്ന് തൊട്ടടുത്ത് നിൽക്കുന്ന സ്ത്രീയുടെ അടുത്തേക്ക് എത്തുന്നതോടെ ആരംഭിക്കുകയാണ് ചറപറ വെടിയും ഓട്ടവും. ഓടാതെ ഫ്രീസായി നിൽക്കാൻ ജിഹൻ അലറിക്കൊണ്ടിരിക്കുന്നത് കേട്ട് കുറേ പേർ അനങ്ങാതെ നിൽക്കുന്നുണ്ട്. ഓടുന്നവരെല്ലാം വെടിവെക്കുന്ന സ്നേഹിപ്പറിൻ്റെ പിറകിലെ ഒരു കണ്ണ് അത് നോളിൻ്റേതാണ്. അവരുടെ മനസ്സിത്ര കല്ലാന്നറിഞ്ഞില്ല. ഇപ്രാവശ്യം ഗെയിം നിരീക്ഷിക്കാനായി ഒരു പുതിയ ബ്ലാക്ക് സ്യൂട്ട് ധരിച്ച ആളെ ഏർപ്പാടാക്കി ഇക്കാഴ്ചകളെല്ലാം ഫ്രണ്ട്മാനായ ഇൻഹോ കണ്ട് ആസ്വദിക്കുമ്പോൾ ഗെയിം വീണ്ടും തുടരുമ്പോൾ അനങ്ങാതെ ഷോക്കായി നിൽക്കുന്ന എല്ലാവരോടും സമയം കഴിയുന്നതിന് മുന്നേ വര കടന്നില്ലെങ്കിൽ ചാവുമെന്ന് പറഞ്ഞ് അവരെ നയിക്കുമ്പോൾ താനോസ് ആകട്ടെ അവൻ മാലയിൽ ഒളിപ്പിച്ചിട്ടുള്ള ഒരു ഡ്രഗ് പില്ലടിച്ച് ആസ്വദിച്ച് ഉന്മാദത്തോടെ കളിക്കുവാണ്, കുറച്ചുപേരെ കൊല്ലാനിട്ട് കൊടുത്തിട്ട്. അങ്ങനെ ഒന്നിനു പിറകെ ഒന്നായി ശ്രദ്ധയോടെ നീങ്ങി കുറേ പേർ വര മറികടന്നുകൊണ്ടിരിക്കുമ്പോൾ സ്നൈപ്പർ സ്കോപ്പിലൂടെ പ്ലെയർ 246 കാണുന്ന നോളൊന്ന് സ്റ്റക്കാവുന്നു. അയാൾ മുൻപ് ചിത്രം വരച്ചു കൊടുത്തതായി കണ്ട ആ കുട്ടിയുടെ അച്ഛനാണ്. ഗെയിമിൽ തോറ്റ് കാലിൽ വെടിവെച്ചതിന് പിറകെ ജീവനോടെ കിടക്കുന്ന അയാളെ ഒടുവിലായി ജീഹനും കുഞ്ചുവും ഒരുമിച്ച് അവസാന നിമിഷം വര കടത്തുന്നെങ്കിലും അയാളെയും ഹെഡ്ഷോട്ട് അടിച്ചിടുകയാണ് നോൾ. മറ്റേതോ സ്നൈപ്പർ കൈ കൃത്യമായി കാലിൽ തന്നെ നോക്കി വെടിവെച്ചത് വഴി അവയവ കടത്ത് നിലവിലും ചിലർ ചേർന്ന ബോസ് അറിയാതെ തകൃതിയെ നടത്തുന്നുണ്ടെന്ന് മനസ്സിലാക്കാം. അങ്ങനെ പദ്ധതി മുടക്കി തിരികെ 11-ാം നമ്പർ മുറിയിലേക്ക് കയറുന്ന നോളിനെ ബ്ലാക്ക് സ്യൂട്ട് കൺട്രോളർ നോക്കി അങ്ങനെ നിൽക്കുമ്പോൾ ഗെയിം ജയിച്ച സന്തോഷത്തിലുപരി ആശ്വാസത്തിൽ നിൽക്കുന്ന കുറേ ആൾക്കാർ. ബോട്ടിൽ ഇന്നേരം ഉസാക്കാകെ ഭ്രാന്ത് പിടിച്ച് ടീമുകളോടൊക്കെയായി കൂടെ നിന്ന് ചതിച്ചത് ആരാണെന്നും ചോദിച്ച് വിഷമത്തിൽ നിൽക്കുമ്പോൾ ഉടൻ ചുഴലി വരുമെന്ന് പറഞ്ഞ് ക്യാപ്റ്റൻ പാർക്ക് ബോട്ട് തിരികെ കരയിലേക്ക് തിരിക്കുന്നു.
എന്താണ് ഗെയിമെന്ന് മനസ്സിലാക്കി തലയിൽ കൈവച്ച് മിണ്ടാതിരിക്കുന്ന മത്സരാർത്ഥികളുടെ അടുത്തേക്ക് കാവൽക്കാരെത്തുന്നതോടെ എല്ലാവരും പേടിച്ചൊളിഞ്ഞിരിക്കാൻ ശ്രമിക്കുന്നതിന് പുറകെ സുപ്പീരിയർ ആകട്ടെ വിജയം കൈവരിച്ച 365 പ്ലേയേഴ്സിനും അഭിനന്ദനം അറിയിക്കുമ്പോൾ ഞങ്ങളെ കൊല്ലല്ലേ വെറുതെ വിടണേന്ന് കേണപേക്ഷിക്കുന്ന മത്സരാർത്ഥികളെ കണ്ട് നിങ്ങൾ ഞങ്ങളെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണെന്ന് പറയുന്നതും നമ്മൾ മുമ്പ് ഇതേ സമയം കേട്ട അതേ ഡയലോഗ്. റൂൾ 3: ഭൂരിപക്ഷം മത്സരാർത്ഥികൾ വേണ്ടെന്ന് വോട്ട് ചെയ്താൽ ഗെയിം റദ്ദാക്കുന്നതായിരിക്കും. അന്ന് സാങ്കുവും നെഞ്ചുറപ്പോടെ നിന്നപ്പോൾ ആ സ്ഥാനത്തിപ്പോൾ ജീഹനും. അങ്ങനെ വോട്ടിംഗ് ആരംഭിക്കുകയാണ്. പക്ഷേ അതിനു മുന്നേയായി ആദ്യ ഗെയിമിൽ നിന്നും ലഭിച്ച പണം കാണിക്കുന്നു. 91 പേർ മരിച്ചപ്പോൾ കിട്ടിയിരിക്കുന്ന 9.1 ബില്യൺ വോൺ. ആ തുകയായിരിക്കും നിലവിലെ 365 പ്ലേയേഴ്സിനും വീതിച്ച് നൽകുക. 265 കോടി രൂപ സ്വപ്നം കണ്ടവർക്ക് മുന്നിൽ ഇപ്പോൾ 52 കോടിയുടെ ഒരു ചെറിയ വീതം മാത്രമേ ലഭിക്കുന്നുള്ളൂ എന്നുള്ള അവജ്ഞ നിൽക്കെ വോട്ടിംഗ് തുടങ്ങുകയായി. പ്ലാറ്റ്ഫോമിലായി ഒരു നീല വരയും ചുവന്ന വരയും. മുൻപ് ഫ്രണ്ട്മാൻ ജീഹനോട് പറഞ്ഞ പോലെ റെഡ് പിൽ ബ്ലൂ പിൽ സിംബോളിസം. റെഡ് പിൽ എടുത്ത് ഗെയിം നിർത്താൻ തുടക്കം കുറിക്കുന്ന പ്ലെയർ 456-ന് തൊട്ട് പിറകെ എത്തുന്ന പ്ലെയർ ആകട്ടെ എടുക്കുന്നത് ബ്ലൂ പില്ലും ഗെയിമിൽ തുടരാൻ. അങ്ങനെ കട്ടക്കിത്തവണ റെഡും ബ്ലൂവും തമ്മിൽ പോരാട്ടം നടക്കുമ്പോൾ ഓരോരുത്തർക്കും അവരുടെ തീരുമാനത്തിനനുസരിച്ചുള്ള ചുവപ്പ് നീല ബാഡ്ജ് ധരിക്കാൻ നൽകുന്നുണ്ട്. കൂട്ടുകാരൻ ജമ്പനും ജീഹന്റെ പിറകെ തന്നെയാണ്. തുടക്കത്തിൽ കുറച്ചൊന്ന് സംശയിച്ചെങ്കിലും ആദ്യ ഗെയിമോടെ വിശ്വാസം വന്ന ജമ്പൻ കളി നിർത്താൻ വോട്ട് ചെയ്യുമ്പോൾ പിറകെ അതേ രീതിയിൽ നിൽക്കാനും താല്പര്യം പ്രകടിപ്പിക്കുന്നവരെ കണ്ട് കാര്യങ്ങൾ കൈവിട്ടു പോകുന്നുവെന്ന് മനസ്സിലാക്കിയ ഉടൻ ജീഹൻ എല്ലാവർക്കും നടുവിലെത്തി നിങ്ങൾ ഈ ചെയ്യുന്നത് സ്വയം കുഴി തോണ്ടുകയാണെന്നും ഇവിടെ നടക്കുന്നത് സാധാരണ ഗെയിമുകളല്ല, ഇനിയും മുന്നോട്ട് പോയാൽ എല്ലാവരും മരിക്കുമെന്നൊക്കെ പറഞ്ഞ് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നെങ്കിലും മത്സരാർത്ഥികളിൽ പലരും എതിരായി നിന്ന് ആവശ്യമില്ലാതെ ആൾക്കാരെ ടെൻഷൻ എടുപ്പിക്കുകയാണെന്നും മനഃപൂർവ്വം കളിക്കാരുടെ ഇടയിലേക്ക് വേഷം മാറിയെത്തിയ നടത്തിപ്പുകാരനാണെന്നും അതുകൊണ്ടല്ലേ ഗെയിമിൻ്റെ രീതിയെപ്പറ്റി പറഞ്ഞതെന്നുമൊക്കെ കുറ്റപ്പെടുത്തുന്നു. അതിൽ ആ കിളവൻ ജോങ്ദേയുമുണ്ട്. എന്നാൽ ജമ്പനും ആ അമ്മയുമൊക്കെ ജീഹൻ കാരണമാണ് കഷ്ടിച്ച ഗെയിം രക്ഷപ്പെട്ടതെന്നും തിരിച്ചു പോകാമെന്നൊക്കെ അനുകൂലിക്കുന്നതിന് പിറകെ വീണ്ടും എതിരഭിപ്രായങ്ങൾ വന്ന് ആകെ ബഹളമാവുമ്പോൾ കൺട്രോൾ പോയി ജീഹൻ അലറി പറയുകയാണ് താൻ ഇവിടെ മുമ്പും കളിച്ചിട്ടുള്ള ആളാണെന്ന്. കളിച്ച് ജയിച്ച് 265 കോടി രൂപയും കൈക്കലാക്കിയ ആളാണെന്ന് കണ്ട് എല്ലാവരും അന്തിച്ചു നിന്നുകൊണ്ട് തങ്ങൾക്ക് ജയിക്കാനുള്ള വഴി പറഞ്ഞു തരാനും വിജയ് കൂടെ ഉള്ളപ്പോൾ പിന്നെ എന്തിനു പേടിക്കണമെന്ന് താനോസും ജോങ്ദേയും എല്ലാവരെയും ഉഷാറാക്കുന്നത് കണ്ട് ഇവർക്കെന്താ മനസ്സിലാകാത്തതെന്ന് ജീഹൻ നാളെ നിങ്ങളെല്ലാവരും മരിക്കുമെന്നും കളി നിർത്തണമെന്നും ആവർത്തിക്കുന്നത് കണ്ട് കാവൽക്കാരിൽ ഒരാൾ വന്ന് തോക്ക് ചൂണ്ടി നിർത്താൻ പറയുന്നു. ഇനിയും സംസാരിച്ച് സമയം പാഴാക്കേണ്ടതില്ല, വോട്ടിംഗ് തുടരാം. അങ്ങനെ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ അമ്മ റെഡ് അടിച്ചും മകനെ കൊണ്ട് റെഡ് അടിപ്പിച്ചും കുഞ്ചു ബ്ലൂ അടിച്ചും ജുൻഹി റെഡ് അടിച്ചുമൊക്കെ ഒടുവിലായി എത്തി നിൽക്കുന്നത് സമമായി 182-ൽ. ഒരൊറ്റ പ്ലെയർ മാത്രം ബാക്കി. അയാളുടെ കയ്യിലാണ് ഇനി അവിടെ നിൽക്കുന്നവരുടെ വിധി. ഇരു കൂട്ടരും പ്രോത്സാഹിപ്പിക്കുന്ന പ്ലെയർ നമ്പർ 1 നേരെ നടന്നു വന്ന് മെഷീൻ്റെ മുന്നിൽ നിൽക്കുകയാണ്. റെഡ് ഓർ ബ്ലൂ ഓർ കളി തുടരുക തന്നെ. നിരാശയിൽ നിൽക്കുന്ന ജീഹനെ തിരിഞ്ഞു നോക്കുന്ന പ്ലെയർ 1 അത് മറ്റാരുമല്ല, ദ ഫ്രണ്ട് മാൻ ഇൻഹോ. അയാളും കളിയിലേക്ക് ഇറങ്ങിയിരിക്കുന്നു. പുതിയ ബ്ലാക്ക് സ്യൂട്ടിനെ നിയന്ത്രിക്കാൻ ഏൽപ്പിച്ചതിൻ്റെ ഉദ്ദേശം ഇപ്പോൾ വ്യക്തമായിരിക്കുന്നു. നമ്പർ 1 ജേഴ്സി അണിഞ്ഞിരുന്ന ഇൽനാം വിടവാങ്ങിയപ്പോൾ ആ സ്ഥാനത്തേക്ക് എത്തിയതാണോ അതോ ജീഹനെ ഒരു പാഠം പഠിപ്പിക്കാനോ? റെഡ് ലൈറ്റ് ഗ്രീൻ ലൈറ്റ്. ശതകോടീശ്വരനാകാൻ വേണ്ടിയുള്ള ആദ്യ ഗെയിമിൽ തോറ്റ ഹതഭാഗ്യരുടെ ശരീരം കാവൽക്കാർ ശവപ്പെട്ടിയിലാക്കി കൊണ്ടുപോവുകയാണ്. ചില പെട്ടിയിൽ ചോര കൊണ്ടുള്ള കുരിശിൻ്റെ വരയും. അപ്പോൾ അവയവക്കടത്ത് നിലവിലും തുടരുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുമ്പോൾ വിജയം കൈവരിച്ച പ്ലെയേഴ്സ് ആകട്ടെ അവരുടെ ആഹാരവും ഡ്രിങ്ക്സും എല്ലാം മേടിക്കുന്ന തിരക്കിലാണ്. എന്നാൽ ജീഹനോ ആകെ നിരാശനായിരിക്കുന്നു. പ്ലെയർ നമ്പർ 1-ന്റെ ഒരൊറ്റ വോട്ട് മൂലം. നിലവിലെ തുറപ്പനായ പ്ലെയർ 1 ഇൻഹോ ആകട്ടെ ജീഹനോട് ഒരിക്കൽ വിജയം കൈവരിച്ച് നിങ്ങൾ ഞങ്ങളെ ജയിപ്പിക്കണമെന്ന് സഹായം അഭ്യർത്ഥിച്ചെത്തുകയാണ്. എന്നിട്ട് അടുത്ത ഗെയിം എന്താണെന്ന് എനിക്ക് അറിയായിരിക്കുമല്ലോ എന്ന് സൂത്രത്തിലൊരു ചോദ്യവും. അടുത്ത ഗെയിം താൻ കളിച്ചിട്ടുള്ളത് കുടയുടെയും സ്റ്റാറിൻ്റെയും ട്രയാങ്കിളിൻ്റെയും ഒക്കെ രൂപം വരുന്ന ഡാൽഗോണയാണെന്നും അതിൽ ജയിക്കാനുള്ള വഴിയെക്കുറിച്ചും ജീഹൻ പറയുന്നെങ്കിലും തീർച്ചയായും അതിലെന്തെങ്കിലും കുനിഷ്ടുണ്ടാകുമെന്ന് ഉറപ്പാണ്. കാരണം ഗെയിം ക്രിയേറ്ററാണല്ലോ മുന്നിൽ നിൽക്കുന്നത്. പാവൻ ജിഹാൻ അത് അറിയുകയുമില്ല താനും. അമ്മാവൻ ജോങ്ദെ ആകട്ടെ അങ്ങനെ കളികൾ എല്ലാവർക്കും ഒരേപോലെ ജയിക്കാൻ കഴിഞ്ഞാൽ പ്രൈസ് മണി അങ്ങനെ തന്നെ കൂടാതെ നിൽക്കും. അതുകൊണ്ട് ഇതറിഞ്ഞവർ വേറെ ആരോടും പോയി വിളമ്പാൻ നിൽക്കേണ്ട എന്ന നിലപാടിലും. ഗെയിം ഇതാണെങ്കിൽ ജയിക്കാനുള്ള എളുപ്പവഴി എല്ലാവരോടും പറഞ്ഞു കൊടുത്തിരിക്കുമെന്ന് ജീഹൻ ഇൻഹോയുടെ മുന്നിൽ വെച്ച് ജോങ്ദയോട് പറഞ്ഞ് വായടപ്പിക്കുമ്പോൾ ഇക്കാര്യം പറഞ്ഞ മകൻ യങ്സിക് തൻ്റെ അമ്മയോടത് പറയാൻ തിരക്കി ഒടുവിലെത്തുന്നത് ജുൻഹിയുടെ അടുത്ത്. അവിടെ അവളെ ഊട്ടിക്കൊണ്ടിരിക്കുകയാണ് യങ്സിക്കിൻ്റെ അമ്മ ഗുംജ. ഇവിടെ നിൽക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ച് വിളിച്ചുകൊണ്ടു പോകുമ്പോൾ ഗുംജ ജുൻഹിയോട് നല്ലവണ്ണം കഴിക്കാനും വേദന വല്ലതും വരുന്നെങ്കിൽ വിളിക്കണേന്ന് പറയുന്നത് വഴി അവൾ ഗർഭിണിയാണെന്ന് മനസ്സിലാക്കാം. തുടക്കത്തിൽ നമ്മളവളെ ഗൈനക്കോളജി ഓപ്പിലിരിക്കുന്നതായി കണ്ടതിൻ്റെ കാര്യം ഇപ്പോൾ ക്ലിയർ ആയിട്ടുണ്ട്. കുറേ പേരെടുത്ത കൈയാണിതെന്നും ഒട്ടും പേടിക്കേണ്ടതും ജുൻഹിക്ക് അവർ ധൈര്യം കൊടുത്തു കൊണ്ടുപോകുമ്പോൾ പ്ലെയർ 1-നെ കുറ്റപ്പെടുത്തുകയാണ് ജീഹൻ. അയാൾ ഗെയിം നിർത്താനുള്ള ബട്ടൺ പ്രസ് ചെയ്തിരുന്നെങ്കിൽ ഇവിടെയുള്ള അത്രയും പേരുടെയും ജീവൻ രക്ഷപ്പെട്ടേനെന്നും പറഞ്ഞുകൊണ്ട്. എന്നാൽ മുഖംമൂടി ധരിക്കാതെ തന്നെ മുഖംമൂടിയിലുള്ള ഇൻഹോ ആകട്ടെ ഞാൻ ആ ബട്ടൺ അമർത്തിയിരുന്നെങ്കിൽ എല്ലാവരും പുറത്തുപോയി സന്തോഷത്തോടെ ഇരിക്കുമെന്നായിരുന്നാണോ നിങ്ങൾ കരുതുന്നതെന്ന് ജീഹനോടൊരു ചോദ്യം.
പുറത്തു വെച്ച് കണ്ടാൽ ഈ കടബാധിതരാരും വന്ന് എക്സ്പെർട്ടൻ അമർത്തി രക്ഷിച്ചതിന് അനക്ക് ഞമ്മന്റെ പെരുത്ത് നന്ദി എന്നൊന്നും ആരും പറയാൻ പോണില്ല. പുറത്തുപോയി പലിശക്കാരെ പേടിച്ചും അവരുടെ ആട്ടും തുപ്പും കേട്ട് വീണ്ടും അവർ നരകിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ സംസാരം തുടരുമ്പോൾ ഇരുവരെയും സമാധാനപ്പെടുത്തി ജമ്പൻ നമുക്കൊന്നിച്ചൊരുമിച്ചൊരു ടീമായി പൊരുതാമെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു പുതിയ മുഖം അവിടേക്ക് എത്തുകയാണ്. പ്ലെയർ നമ്പർ 388 ക്യാങ് ദേഹോ. ജീഹന്റെ റെഡ് ലൈറ്റ് ഗ്രീൻ ലൈറ്റിലെ ഹീറോയിസം കണ്ട് ഫാനായെന്നെല്ലാം പരിചയപ്പെട്ട് സംസാരിക്കുന്നെങ്കിലും അവജ്ഞയോടെ നിൽക്കുന്ന ജമ്പൻ അവന്റെ കയ്യിൽ പച്ച കുത്തിയിരിക്കുന്നത് കണ്ട് മറൈനിലുള്ളതാണെന്നറിഞ്ഞ് ഉഷാറായി അവനുമായി അടുക്കുന്നു. കാരണം ജമ്പനും ആളിങ്ങനെ ഇരിക്കുന്നതിലും മറൈനിലായിരുന്നു. ഇതോടെ ജമ്പന്റെ എർത്തായിരിക്കുകയാണ് കാങ്. ഇതേ സമയം ലീക്ക് വീണ്ടും ലൈക്ക് കൊടുക്കാൻ എത്തിയിരിക്കുകയാണ് താനോസ് കൂട്ടാളി നാങ്കുമൊത്ത്. സംസാരിച്ചൊടുവിൽ ലിയയായിട്ട് പെരുമാറുമ്പോൾ ഇത് കാണുന്ന ജീഹന് വലിയ ഭാവമാറ്റമൊന്നുമില്ല. മുൻപൊരിക്കൽ ഇതുപോലെ റെഡി നടന്ന് ഒരുത്തൻ സ്പോട്ടിൽ തീർന്നത് കണ്ട് ഷോക്കായ ആളാണിപ്പോൾ ഇങ്ങനെ ഇരിപ്പുള്ളത്. എങ്ങനെയായാലും ഇവന്മാരൊക്കെയും ഇവിടെ വെച്ച് തന്നെ തീരുമെന്നുള്ള ഒറ്റ മൈൻഡിൽ ജീഹൻ ഇരിക്കുമ്പോൾ സർപ്രൈസിംഗ്ലി ഇൻഹോ വന്ന് ഇടപെടുകയാണ്. ഷോ കാണിക്കുന്ന രണ്ടന്മാരെയും അസോൾട്ടായി കൈകാര്യം ചെയ്ത് അവരുടെ കൊമ്പൊടിക്കുന്നതോടെ മത്സരാർത്ഥികളുടെ കയ്യടി ഏറ്റുവാങ്ങി ശ്രദ്ധ പിടിച്ചു പറ്റിയിരിക്കുന്നു ഇൻഹോ. ജീഹനത്തോടെ ചെറിയ യോജിപ്പൊക്കെ അയാളോട് തോന്നി തുടങ്ങിയിരിക്കുന്നു. കളിക്കാനെത്തിയിട്ടുള്ള പ്ലെയർ 246 കുറിച്ചാണ് നോളിൻ്റെ ചിന്ത. മകളുടെ ബ്ലഡ് ക്യാൻസറിനുള്ള ചികിത്സയ്ക്ക് വേണ്ടി പണമുണ്ടാക്കാൻ എത്തിയിട്ടുള്ളതാണെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. രാത്രി ഇൻഹോ ജീഹനടുത്തെത്തി മുമ്പങ്ങനെ മോശമായി സംസാരിച്ചതിൽ ക്ഷമ ചോദിച്ച് തൻ്റെ ജീവിതകഥ പങ്കുവയ്ക്കുകയാണ്. സുഖമില്ലാത്ത ഭാര്യ ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യേണ്ടി വരുമെന്ന് ഡോക്ടർ പറഞ്ഞതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ ഗർഭിണിയാണെന്ന് തെളിഞ്ഞു. ആ അവസ്ഥയിൽ അബോർഷൻ ചെയ്യാൻ ഡോക്ടർ നിർദ്ദേശിച്ചെങ്കിലും അവൾ തയ്യാറായില്ല. മരിച്ചു പോകുന്നതിൽ കൂടെ കുഞ്ഞിന് ജന്മം നൽകുമെന്ന വാശിയിൽ ഉറച്ചു നിന്നു. ആരോഗ്യം വഷളായിക്കൊണ്ടിരിക്കുന്നതിനെ തുടർന്ന് പറ്റാവുന്നിടത്ത് നിന്നെല്ലാം കടം പേടിച്ചു. ഡോണറെ കിട്ടാതെ വന്നതോടെ വീണ്ടും വലിയ തുക ആവശ്യമായി വന്നപ്പോൾ പഴയ ഒരു ക്ലയൻറ്റ് സാഹചര്യം മനസ്സിലാക്കി പണം തന്ന് സഹായിച്ചു. എന്നാൽ ജോലി ചെയ്യുന്ന ഓഫീസിലെ ഉദ്യോഗസ്ഥർ അത് കൈക്കൂലിയാണെന്ന് വരുത്തി ജോലി തെറിപ്പിച്ചു. അത്രയും നാൾ ആത്മാർത്ഥതയോടെ ജോലി ചെയ്ത ഓഫീസ് ഒരു തരി വില പോലും കൽപ്പിക്കാതെ തൂക്കിയെറിഞ്ഞു. ഇപ്പോൾ ഭാര്യയും കുട്ടിയും രക്ഷപ്പെടുത്താൻ നിലവിൽ നിങ്ങൾ പറഞ്ഞ പാവങ്ങളുടെ ജീവൻ്റെ വിലയായ ആ പണം എനിക്ക് ആവശ്യമാണ്. ഇൻഹോയ് പറഞ്ഞതിൽ വെച്ച് അവസാന വാക്കുകൾ ഒഴിച്ചാൽ ബാക്കിയൊക്കെയും മുൻപ് ജുൻഹോയും അമ്മയും സംസാരിച്ചതുമായി നല്ല സാമ്യമുള്ളതുകൊണ്ട് തന്നെ ഇൻഹോ പറഞ്ഞ ഭാര്യയുടെ സാഹചര്യം സത്യമാണ്. എന്നാൽ അവർ മരണമടഞ്ഞതായി നമ്മൾ കണ്ടു. അതുകൊണ്ട് തന്നെ ഭാര്യയ്ക്കും കുട്ടിക്കും ആ പണം ആവശ്യമെന്ന് പറയുന്നത് ജീഹന്റെ ഉള്ളിൽ തന്നോടൊരിറ്റ് സംശയം പോലും വരാതിരിക്കാനും കൂടുതൽ അറ്റാച്ച്മെന്റ് വരുത്താനുമാണ്. അതാകുമ്പോൾ പറ്റിക്കാൻ എളുപ്പമാണല്ലോ. ഇതേസമയം മരിച്ചവരിൽ നിന്നും അവയവങ്ങൾ ശേഖരിക്കുന്ന സംഘം മിക്ക ശരീരങ്ങളിലും ഒന്നിൽ കൂടുതൽ വെടികൊണ്ടും തലയിലും നെഞ്ചിലുമൊക്കെ കൊണ്ടും മരിച്ചതുമൂലം മിക്ക അവയവങ്ങളും എടുക്കാൻ യോഗ്യമല്ലെന്ന് കണ്ട് ഇതിന് നേതൃത്വം കൊടുക്കുന്ന അധികാരിയെ വിളിക്കുന്നു. അയാൾ ആ ബ്ലാക്ക് സ്യൂട്ട് കൺട്രോളർ തന്നെ. അയാളാണ് ബോസ് അറിയാതെ ഇപ്പരിപാടി നടത്തുന്നത്. ഇതിൻ്റെ പിന്നിൽ നോളാണെന്ന് വ്യക്തമാക്കുന്നതിനെ തുടർന്ന് അവളെ ബ്ലാക്ക് സ്യൂട്ടിൻ്റെ ക്യാബിനിലേക്ക് വിളിച്ചു വരുത്തുന്നു. അവിടെ ഇരുവരും തമ്മിലുള്ള സംഭാഷണത്തിൽ നിന്നും മനസ്സിലാകുന്നത് നോളിനെ ഈ ജോലിക്ക് എടുത്തത് തന്നെ ആ ബ്ലാക്ക് സ്യൂട്ടാണ്. 7 കൊല്ലം മുമ്പ് തൻ്റെ മകളെ കണ്ടുകിട്ടാൻ എന്ത് വേണേലും ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ പാവങ്ങളെ സഹായിക്കുന്ന ഒരു ജോലി എന്ന് പറഞ്ഞ് കൊണ്ടെത്തിച്ചത് ഇവിടെയും. ഇതും ഒരു തരത്തിൽ രക്ഷപ്പെടുത്തലാണെന്നും അവയക്കടത്തിന് എതിര് നിൽക്കരുതെന്നൊക്കെ വാണിംഗ് നൽകുന്നെങ്കിലും നോളിന് നിലവിൽ തൻ്റെ രീതി മാറ്റാനുള്ള ചിന്തയില്ല. ഫലമില്ലാതെ ആ സംഭാഷണം തീരുമ്പോൾ ജുൻഹോ സഹായത്തിനായി സിയോൾ സ്റ്റേഷനിലെത്തിയിരിക്കുന്നു. അവർക്ക് തീർച്ചയായും വേണ്ടത് തെളിവുകളാണ്. അതുകൊണ്ട് തന്നെ ആ ശ്രമം വിഫലമായി മറ്റൊരു വഴി നോക്കുമ്പോൾ അത് ക്യാപ്റ്റൻ പാർക്ക് തന്നെയാണ്. അയാൾ ഒരു ബോട്ടും കൂടി അറേഞ്ച് ചെയ്യാമെന്ന് സമ്മതിച്ചതിനെ തുടർന്ന് ഉസാക്ക് കൂടുതൽ ആളുകളെ ഏർപ്പാടാക്കുന്നെങ്കിലും ഗെയിംസ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ 5 ദിവസം മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. അതുകൊണ്ടെല്ലാം പെട്ടെന്നാക്കണമെന്ന് ജുൻഹോയും മുന്നറിയിപ്പ് നൽകുമ്പോൾ എന്നാൽ ക്യാപ്റ്റൻ പാർക്കിന് വീണ്ടും തത്രപ്പാട്. എന്താണ് ഇവരുടെ പുതിയ പ്ലാൻ എന്നറിയാൻ. നിലവിൽ കടലമ്മ കോപിച്ചിരിക്കുന്നതുകൊണ്ട് ബോട്ട് എടുക്കാൻ കഴിയാതെ 2 അടിച്ചുകൊണ്ട് ക്യാപ്റ്റൻ ഉസാക്കിനോട് അന്വേഷിക്കുകയാണ്. കൊല്ലങ്ങളായി തേടി നടക്കുന്ന ദ്വീപിലെത്താൻ ഇപ്പോൾ പെട്ടെന്നൊരു വെപ്രാളപ്പെടൽ എന്താണെന്ന്. അതെല്ലാം ഒരു രഹസ്യമാണെന്ന് പറയുന്നതിന് പിറകെ കളി ജയിച്ചാൻ വീണ്ടും എത്തിയതുകൊണ്ടാണെന്ന് ക്യാപ്റ്റൻ. അതെങ്ങനെ നിങ്ങൾക്കറിയാം? ജുൻഹോ ഇക്കാര്യം തന്നോട് പറഞ്ഞിരുന്നെന്നും അപ്പോൾ അതെല്ലാം സത്യമായിരുന്നെന്ന് ഇപ്പോഴാണ് വിശ്വാസമായതെന്നും 10 വർഷമായിട്ട് ഈ തുറയിലെ ആശാനാണ്. അതുകൊണ്ട് താനുള്ളപ്പോൾ പേടിക്കേണ്ടതെല്ലാം അയാൾ ഉസാക്കിന് ധൈര്യം കൊടുക്കുന്നു. പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങൾ അപ്പോൾ അറിയാനുള്ള ത്വര നമ്മുടെ ക്യാപ്റ്റനുണ്ട്. ദ നെക്സ്റ്റ് ഗെയിം. രണ്ടാമത്തെ ഗെയിമായ ഡാൽഗോണയ്ക്കായി വരിയായി നിൽക്കുന്ന പ്ലേയേഴ്സ്. മുമ്പിൽ ജീഹനും. ഉള്ളതിൽ ട്രയാങ്കിളാണ് ഏറ്റവും എളുപ്പമെന്ന് എല്ലാവരെയും അതെടുക്കാനുള്ള വരയിൽ നിർത്തി ആദ്യം തന്നെ ജീഹൻ പോയി ഒന്നെടുക്കുന്നു. തുറന്ന് നോക്കുമ്പോഴോ ഇത് കണ്ട് പ്ലെയേഴ്സ് എല്ലാം നിന്ന് കണക്കിന് കൊടുക്കുന്നതും ഞെട്ടി എണീക്കുന്ന ജീഹൻ. അതുമോ ഒരു സ്വപ്നമായിരുന്നു. അടുത്ത ഗെയിമിന് മുന്നേ തയ്യാറാവാനുള്ള മ്യൂസിക് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ജുൻഹി ലീക്ക് അടുത്തേക്ക് വരികയാണ്. അവനാണ് അവളെ അവിടെ വെച്ച് കാണുന്നത് ഇതാദ്യവും. നീ എങ്ങനെ ഇവിടെ എത്തിയെന്നൊക്കെ തിരക്കുന്നത് വഴി അബോർഷൻ ചെയ്യാൻ പറഞ്ഞിട്ടും കുട്ടിക്ക് ജന്മം നൽകാനുള്ള തയ്യാറെടുപ്പിലാണെന്ന് മനസ്സിലാക്കി ഇവിടുന്ന് ഇറങ്ങിയിട്ട് നമുക്കൊരു തീരുമാനം ഉണ്ടാക്കാമെന്ന് ഗർഭത്തിന് ഉത്തരവാദിയെ ലീ പറഞ്ഞ് ഗെയിം തുടങ്ങാനുള്ള അനൗൺസ്മെൻറ്റ് കേട്ട് ഇറങ്ങുമ്പോൾ പിറകെ ഒരു പില്ലെടുത്ത് താനോസും ചെറിയ ഭയത്തോടെ ജീഹനും. എന്നാൽ പേടി പോലെ തന്നെ ഗെയിം ഡാൽഗോണയല്ല, മറ്റൊന്നാണ്. അതോടെ ജോങ്തി ഉൾപ്പെടെ പ്ലെയേഴ്സിൽ പലരും ജീഹന്റെ പാഴ്വാക്ക് കേട്ട് വീണുപോയെന്ന രീതിയിൽ പറഞ്ഞ് നടക്കുമ്പോൾ
ഇൻഹോ ജീഹന് കട്ട സപ്പോർട്ട്. എനിക്ക് നിന്റെ മേൽ വിശ്വാസമുണ്ടെന്നും നമുക്കൊരു ടീമായി കളിക്കാമെന്നും പറഞ്ഞുകൊണ്ട്. കിട്ടിയ അവസരം മുതലാക്കലല്ല, ഇത് അവസരം ഉണ്ടാക്കിയുള്ള മുതലെടുപ്പാണ് കള്ളപ്പഹയൻ. ഗെയിം ഡാൾഗണയല്ല, പിന്നെ എന്താണെന്ന് വെച്ചാൽ 6 ലെഗ്ഡ് പെൻറ്റാത്തലോൺ. 5 പേരടങ്ങുന്ന ഒരു ടീം, 5 പേർക്കും കളിക്കാനായി 5 ഗെയിമുകൾ, അതും കാലുകെട്ടി നിരന്നു നിന്നാണ് കളിക്കേണ്ടത്. കളിക്കാനായുള്ള 5 വിവിധ ഗെയിമുകൾ. ആദ്യം ദഗ്ജി, റിക്രൂട്ടറുടെ പ്രിയ ഗെയിം. രണ്ടാമത് കല്ലെറിഞ്ഞ് മറ്റൊരു കല്ലിൽ കൊള്ളിക്കൽ. മൂന്നാമത്തേത് ഗോങ്ജി, 5 കൊച്ചുകല്ലുകൾ ഓരോന്നായി പൊക്കിയെറിഞ്ഞ് കൈക്കുള്ളിലാക്കണം. ശേഷം കൈവെള്ളയ്ക്കുള്ളിലുള്ള 5 കല്ലുകളും ഒറ്റ പൊക്കിൽ പുറത്തേക്ക് പോകാതെ പുറം കൈയിൽ നിർത്തണം. നാലാമത്തേത് പമ്പരം കറക്ക്. ഒടുവിലത്തേത് കാലുകൊണ്ടൊരു കോർക്കിനെ 5 തവണ വീഴാതെ കിക്ക് ചെയ്യുന്ന കളിയായ ജെ ഗെയിം. 50 മീറ്റർ റൗണ്ട്സിൽ ഓരോ 10 മീറ്ററിലും ഓരോ ഗെയിമുകൾ. ഓരോ ഗെയിം കഴിയുമ്പോഴും കെട്ടിയിട്ടുള്ള പോലെ നടന്ന് ഓരോ 10 മീറ്ററും കടക്കുകയും വേണം. എല്ലാം കഴിയേണ്ടത് 5 മിനിറ്റിനുള്ളിൽ. ജീഹനും ഇൻഹോയും ജമ്പനും കാങ്ങും നിൽക്കുന്നിടത്തേക്ക് ഗർഭിണിയാണെന്ന സഹായഭ്യർത്ഥനയോടെ ജുൻഹി എത്തുന്നതോടെ അവിടെ ഒരു ടീം സെറ്റ്. അതേപോലെ എല്ലാവരും തഴഞ്ഞ അമ്മയും മകനും കുഞ്ചുവും കൂടെ ഒരു പേടിത്തൊണ്ടിയും അവരോടൊപ്പം വന്നു ചേരുന്ന കാക്കാത്തിയും. ഒരു മന്ത്രവാദിനിയാണെന്നാണ് അവർ സ്വയം പരിചയപ്പെടുത്തുന്നത്. അങ്ങനെ ഒരു നേരം 2 ടീമുകളെ വെച്ച് ഗെയിം ആരംഭിച്ചിരിക്കുകയാണ്. ഒരു ജീവൻ മരണ പോരാട്ടം. ചിലർ ഒറ്റ ശ്രമത്തിൽ കളികൾ ജയിക്കുമ്പോൾ ചിലർ ഒന്നിൽ തന്നെ സ്റ്റക്കായി മിനിറ്റുകളും. പെണ്ണുങ്ങളുടെ ഗെയിമായ ഗോങ്ജി താൻ കളിക്കാമെന്ന് പറയുന്ന കാങ്ങിനെ ആശ്ചര്യത്തോടെ നോക്കുന്ന ജമ്പൻ. 4 ചേച്ചിമാരുടെ അരിമ അനിയനായതിൻ്റെ ഗുണം ഇവിടെ ഉപകാരമാകുമ്പോൾ ജുൻഹി ദഗ്ജിയും ജമ്പൻ കല്ലേറും കളിക്കാമെന്ന് പറയുന്നതിനെ തുടർന്ന് ശേഷിക്കുന്നവർ ചർച്ച ചെയ്ത് ജീഹൻ ജഗിയും സകലരെയും വട്ടം കറക്കി നടക്കുന്ന ഇൻഹോ പമ്പരം കറക്കലും സെലക്ട് ചെയ്യുന്നു. ആദ്യ 2 ടീമുകളുടെ കളികളിൽ നിന്നും മനസ്സിലാവുന്നത് കല്ലേറ് കുറച്ച് പ്രശ്നമാണ്. കൃത്യമായി കൊണ്ടില്ലേൽ നല്ലൊരു സമയം അവിടെ തന്നെ പാഴാവും. ജമ്പൻ ഇത് കണ്ട് വിഴുങ്ങിയിരിക്കുന്ന നേരം ഒരു തരത്തിൽ പേടിച്ചും പെടുത്തും ടീമുകൾ ആ കളിയിൽ ജയിച്ച് മുന്നേറുന്നെങ്കിലും സമയം പൂർത്തിയാകുമ്പോഴേക്കും 2 പേരും റൗണ്ട്സ് പൂർത്തിയാക്കാതെ നിൽക്കുകയാണ്. അതാ ടപ്പേ ടപ്പേ വെടികൾ. 10 പേർ ഒറ്റ നിമിഷം കൊണ്ട് നിശ്ചലമായിരിക്കുന്നു. സകലരും വിറയലിൽ. നാഗ്യു ധൈര്യത്തിനൊരു പില്ലി ചോദിക്കുകയാണ് ടീംമേറ്റായ താനോസിനോട്, കയ്യിലെ സിറിഞ്ച് പാടൊക്കെ കാട്ടി താനും ഇതിലൊക്കെ പുലിയാണെന്ന് അറിയിച്ചുകൊണ്ട്. അങ്ങനെ വീണ് കിടക്കുന്നവരുടെ കാലിലെ കെട്ടുകൾ അഴിച്ച് പെട്ടിയിലാക്കി ജീവൻ ശേഷിക്കുന്നവരുടെ പെട്ടിയിൽ ഒരു കുരിശ് വരയ്ക്കുന്നതും നോള പെട്ടി തുറക്കാൻ പറയുകയാണ്. ഇറ്റ്സ് ആൻ ഓർഡർ. തുറക്കുന്നു. ശേഷിക്കുന്ന ജീവനും കളയുന്നു. അതോടെ അവയവക്കടത്തുകാർക്ക് വീണ്ടും അടി. പ്ലേയേഴ്സ് എല്ലാം ഷോക്കിൽ നിന്ന് വിട്ടുമാറാതെ അങ്ങനെ നിൽക്കുമ്പോൾ അടുത്ത മത്സരത്തിനുള്ള ടീമുകളിലൊന്ന് അമ്മയും മകനും അടങ്ങിയിട്ടുള്ളത്. ചത്തിയെന്നുള്ള രീതിയിൽ നിൽക്കുന്ന ടീമിനെ കുഞ്ചു ജയിക്കുമെന്ന ആത്മവിശ്വാസം കൊടുക്കുന്നെങ്കിലും കളി തുടങ്ങും മുന്നേ അടിച്ചു പോകുന്ന പോലുള്ള പേടിയിൽ നിൽക്കുന്ന മന്ത്രവാദിനിയും. ഇതാ ഗെയിം തുടങ്ങാൻ പോവുകയാണ്. റെഡി സെറ്റ്. ഒന്നിച്ചൊരേ അടിയായി നീങ്ങുന്ന കുഞ്ചും സംഘവും. ആദ്യ ഗെയിമായ ദഗ്ജിയിൽ എത്ര നോക്കിയിട്ടും അയ്യോ പാവമായ പ്ലെയർ 95ന് പറ്റുന്നേയില്ല. തുടക്കത്തിലെ പതറുന്നതിൽ വെപ്രാളം കൂടുമ്പോൾ കുഞ്ചു കയ്യിലുള്ള കാർഡൊന്ന് തിരിച്ചു പിടിച്ചെറിഞ്ഞ് നോക്കാൻ പറഞ്ഞ് അങ്ങനെ ചെയ്യുമ്പോൾ ഭാഗ്യത്തിനത് വർക്കാകുന്നു. ഒട്ടും സമയം കളയാതെ പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത ഗെയിമിലേക്ക്. ഇതെല്ലാം കണ്ട് അതേ പ്രാർത്ഥനയിൽ ടൈമർ നോക്കിയിരിക്കുന്ന മറ്റു പ്ലെയേഴ്സും. അടുത്ത ഗെയിം കല്ലെറിഞ്ഞ് കൊള്ളിക്കൽ. ആസ് യൂഷ്വൽ കൊള്ളുന്നില്ല. യങ്സിക്കാണ് എറിയുന്നവൻ. നേരെ പോയി കല്ലെടുത്ത് തിരിയാതെ തന്നെ പിറകിലേക്ക് നടക്കുന്നത് കണ്ട് അതൊരു നല്ല ബുദ്ധിയാണെന്ന് കാണുന്നവർക്ക് മനസ്സിലാവുകയാണ്. സമയം ലാഭിക്കാം. ഒടുവിൽ തള്ളയുടെ വർത്താനം കേട്ട് അത് തന്നെ പറ്റിച്ചവൻ്റെ മോന്താണെന്ന് കരുതിയിട്ടുള്ള അടുത്ത എറിയിൽ സംഭവം സെറ്റ്. ഉന്നം പിടിക്കാതെ അതും പാസ്സായി നേരെ ഗോങ്ജി കളിയിലേക്ക്. നല്ല ഫോക്കസ് വേണ്ട ഗോങ്ജിയുടെ പാർട്ടിസിപ്പൻറ്റ് യുദ്ധകാലത്ത് വെടിയുണ്ടകൾ വെച്ച് കളിച്ചിട്ടുള്ള എക്സ്പേർട്ടെന്ന് സ്വയം പ്രഖ്യാപിത ഗുംജയും. ആദ്യ അറ്റംപ്റ്റ് തോറ്റയുടൻ മന്ത്രവാദിനി പള്ള പറയാൻ തുടങ്ങുന്നെങ്കിലും കുഞ്ചു ആയടപ്പിക്കുന്ന നേരം കളിച്ച് അവസാന സ്റ്റേജിലെത്തുന്ന അമ്മയെ യങ്സിക് മോട്ടിവേറ്റ് ചെയ്യുകയാണ്. അച്ഛൻ്റെ അഭിഗത്തിലെ ആ പന്നച്ചിയുടെ മുടിയാണെന്ന് കരുതി അങ്ങോട്ട് പിടിക്കമ്മേ. ഇത് കേൾക്കുന്ന പടെ വിടില്ലടി നായിൻ്റെ മോളെന്ന് പറഞ്ഞ് അരിശത്തോടെ എറിഞ്ഞൊരൊറ്റപ്പിടി. അതും പാസ്. നേരെ പമ്പരം കറക്കലിലേക്ക് കിടക്കുമ്പോൾ മന്ത്രവാദിനിയാകട്ടെ തുടക്കം മുതൽ പാളിപ്പോവുകയാണ്. അക്കളി കളിച്ചിട്ടില്ലാത്തവർ കറക്കാനായി കയറി ചുറ്റാൻ പോലും പറ്റാതെ വെപ്രാളപ്പെട്ടൊടുവിൽ നിസ്സഹായതാവസ്ഥയിൽ നമ്മളെല്ലാം ചാവാൻ പോവാണെന്ന് പറഞ്ഞ് കരയുന്നതും ഒരൊറ്റയടി. കുഞ്ചു ഒന്നുകൂടെ കൊടുത്തിട്ട് കളിച്ചില്ലിൽ നിന്റെ ദൈവങ്ങളെ കൊല്ലുന്നതിന് മുന്നേ ഞാൻ നിന്നെ കൊല്ലുമെന്ന് പറഞ്ഞ് മൈൻഡ് സെറ്റാക്കി തിരികെ കൊണ്ടുവന്ന് 2 മൂക്കിൽ നിന്നും ചോരയേൽപ്പിച്ച് ഒന്നുകൂടെ കറക്കി അതും പാസ്സാവുന്നതോടെ ലാസ്റ്റ് ഗെയിം ജേഗി കുഞ്ചുവിൻ്റെ വിടം. എല്ലാവരും തന്നെ നോക്കാതെ തിരിഞ്ഞു നിൽക്കാൻ പറഞ്ഞിട്ടവൻ അവൾ കാലുപൊക്കി 5 തവണ തട്ടി അതും പാസ്സാവുന്നു. വിജയം കൈവരിച്ചിരിക്കുന്നു. സകലരും ഒരേപോലെ സന്തോഷത്തിൽ തിമിർത്താടി അവർ ലൈൻ കടക്കുന്നതും സമയം പൂർത്തിയായിരിക്കുന്നു. ആ സെഷനിലെ 2 ടീമും വിജയിച്ചതോടെ കുറച്ച് ആത്മവിശ്വാസം പ്ലെയർമാർക്ക് വന്ന് തോറ്റും ജയിച്ചുമൊക്കെ ടീമുകൾ അകത്തേക്കും പുറത്തേക്കുമെല്ലാം പോയി ഒടുവിലായി ജീഹന്റെയും സംഘത്തിൻ്റെയും മൂഴമെത്തിയിരിക്കുന്നു. ആളില്ലാത്തത് ഒരു തരത്തിൽ നല്ലതാണെന്നും ഫോക്കസ് ചെയ്യാമെന്നും പറഞ്ഞ് കൂടുള്ള മറ്റു ടീമിനെ ജയിച്ചു കഴിഞ്ഞ് കാണാമെന്ന് പറഞ്ഞ് ശുഭാപ്തി വിശ്വാസത്തിൽ തുടങ്ങി ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ജുൻഹി ആദ്യ ഗെയിം പാസ്സാക്കി ടഫ് ഗെയിമായ കല്ലേറിലേക്ക്. പുഷ്പം പോലെ ജമ്പൻ ഒറ്റയേറിൽ കൊള്ളിച്ച് അടുത്ത ഗെയിമിലേക്ക്.
ചേച്ചിമാരുടെ ഒരേ അനിയൻ കണ്ണഞ്ചും വേഗത്തിൽ ഗോങ്ജി പാസ്സാക്കുന്നതോടെ 90 സെക്കൻഡുകൾ കൊണ്ട് 3 ഗെയിമും പാസ്സാക്കി ആവശ്യത്തിലധികം ശേഷിക്കുന്ന സമയവുമായി പമ്പരം കറക്കലിലേക്ക്. ഇൻഹോയുടെ ടേൺ. അയാളുടെ ആദ്യ ശ്രമത്തിൽ തന്നെ അവസാനിക്കുകയാണ്. കളിയല്ല, ടീമിൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് വിജയ സ്ട്രീക്ക്. പമ്പരം കറങ്ങുന്നില്ല. വീണ്ടും കറക്കി തൻ്റെ വലുത കൈ കൊണ്ട് എറിയാൻ നോക്കുമ്പോഴാട്ടെ പമ്പരം പിറകിലോട്ട് പോയി വീഴുന്നു. പതിയെ സിറ്റുവേഷൻ മാറുവാണ്. ഇൻഹോ കൂടെ നിന്ന് പണി പറ്റിക്കുമോ? പതിയെ പമ്പരമെടുത്ത് പതിയെ കറക്കി വീണ്ടും വലുത കൈ വെച്ചെറിയാൻ നോക്കുന്നു. ഒരു കറക്കവുമില്ല. ഫെയിൽഡ്. എനിക്കെന്താ പറ്റാത്തതെന്ന് ചോദിച്ച് ദേഷിക്കുന്ന പോലൊക്കെ അവരുടെ മുമ്പിൽ ആക്ട് ചെയ്യുമ്പോൾ ജീഹനാകട്ടെ കുട്ടിക്കാലത്ത് കളിച്ച് ഓർമ്മയിലൊന്ന് ശ്രമിക്കാൻ പറയുമ്പോൾ ഇപ്രാവശ്യം കറക്കി ഇൻഹോ തൻ്റെ ഇടത് കൈ വെച്ചെറിയുന്നതും പമ്പരം കറങ്ങുന്നു. അതും വിജയിച്ചിരിക്കുന്നു. സംഭവം എന്താണെന്ന് വെച്ചാൽ ഇൻഹോ ഇടംകയ്യനാണ്. അത് നമ്മൾ കണ്ടതാണ്, തോക്ക് പിടിക്കുന്നതിലും ഗ്ലാസ് എടുക്കുന്നതിലുമൊക്കെ. ഗെയിമിലാകട്ടെ വലത് കൈ ഉപയോഗിച്ച് കറക്കാൻ നോക്കി മനഃപൂർവ്വം ഫെയിലാക്കി കൂടെയുള്ളവരെ ഒന്ന് പേടിപ്പിച്ചു. അത്രയേ ഉള്ളൂ. അങ്ങനെ ലാസ്റ്റ് ഗെയിം ജീഹൻ കൃത്യമായി 5 തവണ കിക്ക് ചെയ്യുന്നതോടെ അതും വിജയിച്ച സന്തോഷത്തിൽ വരമറി കടന്ന് തുള്ളിച്ചാടുന്നതും എതിർ ടീമും ചാടുകയാണ്. ചറപറ വെടികളേറ്റ് അവർ തോറ്റു മടങ്ങിയിരിക്കുന്നു. തിരികെ എത്തുന്ന ജീഹനെയും ടീമിനെയും കാണുന്ന ചിലർക്കെന്നാൽ ഒരു തൃപ്തിയില്ല. ഗെയിമിൽ കുറേ പേർ ജയിച്ചതുകൊണ്ട് തന്നെ പിഗ്ഗി ബാങ്കിൽ വലിയ എമൗണ്ട് വന്ന് വീഴിലെന്ന വിഷമത്തിൽ നിൽപ്പുള്ള നാങ്കു ഗെയിം വഴി പരിചയപ്പെട്ട ഒരു പാവം ചെറുക്കൻ പ്ലെയർ 125 മിൻസുവിനോടും പ്ലെയർ 380 സേമിയോടുമായി ഷോ ഇറക്കുമ്പോൾ കുഞ്ചുവിൻ്റെ ബ്രില്യൻസിൽ ജയിച്ച ടീമംഗങ്ങൾ അവളോട് സംസാരിക്കുകയാണ്. ദഗ്ജിയുടെ ട്രിക്ക് പറഞ്ഞു കൊടുത്തത് കുട്ടിക്കാലത്ത് അവളുടെ ഫേവററ്റ് ഗെയിം ആയതുകൊണ്ട്. ശരി, അതൊക്കെ പോട്ടെ. ജേഗി കളിക്കാൻ നേരം എല്ലാവരുമായി തിരിഞ്ഞു നിൽക്കാൻ പറഞ്ഞ എന്താണെന്ന് ഗുംജി തിരക്കുമ്പോൾ തനിക്ക് മൊത്തമായും സർജറി നടത്തിയിട്ടില്ലാത്തതുകൊണ്ട് ഷൈനസ് ഉള്ളതായി പരുങ്ങി പറയുന്ന കുഞ്ചു. മണി അടിച്ച് ഇതേ സമയം ജോലി കഴിഞ്ഞ് റൂമിലേക്ക് കയറാനൊരുങ്ങുന്ന നോളിനെ അറ്റാക്ക് ചെയ്യുകയാണ് മറ്റു 2 കാവൽക്കാർ. ക്യാമറയിൽ അത് മറച്ചുവെച്ച് മറ്റൊരുവനും ഗ്ലിച്ചാക്കുമ്പോൾ അവളെ ഭീഷണിപ്പെടുത്തുകയാണ് അവയവക്കടത്തിന് പിന്നിലുള്ള 2 പേരും. കുറുകെ നിന്നാൽ മുതലാക്കി കൊന്നുകളയുമെന്ന് വാണിംഗ് കൊടുത്തു പോകുമ്പോൾ ഉഗ്രൻ വിജയത്തോടെ കൂടുതലടുത്ത ജീഹനും ടീമും പരസ്പരം പേരുകൾ പറയുകയാണ്. നമ്പറുകൾ ഉപയോഗിച്ചുള്ള വിളികളായിരുന്നല്ലോ കൂടുതൽ മോഡുള്ളത്. അങ്ങനെ ഇൻഹോ തന്നെ പരിചയപ്പെടുത്തുന്നത് യോങ്കിൽ എന്ന പേരിൽ. യഥാർത്ഥ പേര് പറഞ്ഞാലും ആരും അറിയാൻ പോകുന്നില്ലെന്ന് വിചാരിക്കാൻ വരട്ടെ. നമ്മൾ കണ്ടതല്ലേ മുൻപ് ജുൻഹോ തൻ്റെ സഹോദരനെ പറ്റി പറഞ്ഞത് സിയോങ് ജിഹാനോട്. ഈ പേര് കേട്ട് ഒരു അൺസങ് ഹീറോ എന്ന പോലുള്ള പേരെന്ന് പറഞ്ഞ് ഇൻഹോ ഒറ്റയ്ക്ക് ചിരിക്കുന്നത് നോക്കി ചുറ്റുമുള്ളവർ. നീ ഒരു ഹീറോ ആകാൻ നോക്കുകയാണെന്ന് ഒരിക്കൽ ഫ്രണ്ട്മാൻ ജീഹനോട് ചോദിച്ചതും നമ്മൾ കണ്ടതാണ്. അങ്ങനെയിരിക്കെ പിങ്ക് സ്യൂട്ട്സ് എത്തി അഭിനന്ദനം അറിയിച്ച ശേഷം പ്രൈസ് മണി അപ്ഡേറ്റ് ചെയ്ത് 110 ജീവനുകളുടെ തുക കൂടി ആടാവുന്നത് കണ്ട് കണ്ണ് മഞ്ഞളിച്ച് നിൽക്കുന്നവരുടെ മുന്നിലേക്ക് അടുത്ത വോട്ടിംഗ് സെഷൻ. ഗുംജിയാകട്ടെ കൂട്ടരോട് വീട്ടിൽ പോകാനുള്ള വോട്ട് ചെയ്ത പൊറോട്ടയും പന്നിക്കറിയും മേടിച്ചു തരാമെന്ന് പറഞ്ഞ് അഭ്യർത്ഥിക്കുമ്പോൾ ഇൻഹോ ഇത്തവണ വീട്ടിലേക്ക് പോകാനുള്ള ബട്ടൺ അമർത്തുമെന്ന് ജീഹനോടും ടീമിനോടും പറഞ്ഞ് ആ ഇലക്ഷനിലെ ആദ്യ വോട്ടറായി ഇൻഹോ ചെന്നങ്ങനെ വോട്ട് ചെയ്യുമ്പോൾ ഇത്തവണ എതിരെ ആദ്യം വോട്ട് ചെയ്യുന്നത് യങ്സിക്കും. അങ്ങനെ തുടങ്ങി മന്ത്രവാദിനിയും കുഞ്ചുവും അടക്കം തൻ്റെ തീരുമാനത്തിനെതിരായി വോട്ട് ചെയ്യുന്നത് കണ്ട് ജീഹൻ വീണ്ടും സംസാരിക്കാൻ ഒരുങ്ങുന്നതും ട്വിസ്റ്റ്. ഇൻഹോ ചാടി വീണ് കൺമുന്നിൽ ഇത്രയും പേർ തീർന്നിട്ടും ഗെയിം കളിക്കണമെന്നാണോ എന്നൊരു ചോദ്യം. കടക്കണിയിൽ നിൽക്കുന്നവരുടെ മുന്നിൽ അത്രയും പണം വാരിയെറിയുമ്പോൾ അവരൊരിക്കലും പോകാൻ പോവില്ലെന്ന് ഇൻഹോയ്ക്ക് നല്ല ഉറപ്പുണ്ട്. കടത്തിലെ ടോപ്പറായ ജോങ്തെ ഇതിനെ എതിർത്ത് ഓരോ ഗെയിം കഴിയുമ്പോഴും തുക 3 ഇരട്ടിയായി ഉയർന്നുകൊണ്ടിരിക്കുകയാണെന്നും ഒരു ഗെയിം കൂടെ കഴിഞ്ഞാൽ കുറഞ്ഞത് 240 മില്യണെങ്കിലും കിട്ടുമെന്ന് പറഞ്ഞ് ആടി നിൽക്കുന്നവരെ വീണ്ടും ഉത്സാഹപ്പെടുത്തി മറ്റൊരുത്തനും മുമ്പോട്ട് വന്ന് അവസാനമായി ഒരു ഗെയിം കൂടി കളിക്കാമെന്ന് റൈസാക്കി മുദ്രാവാക്യം മുഴക്കി വോട്ടിംഗ് തുടരുന്നതോടെ റിസൾട്ട് വീണ്ടും ജീഹന് വീണ്ടും നിരാശ. ഇത്തവണ ജമ്പനും ചതിച്ചിരിക്കുന്നു. ചെയ്തുപോയ അമളിയിൽ തനിച്ചിരിക്കുന്ന ജമ്പനെ വിളിച്ച് കാരണം തിരക്കി സമാധാനിപ്പിക്കുകയാണ് കാങ്. ജീഹന്റെയും ഇൻഹോയുടെയും മുന്നിൽ നിർത്തി. കടം, കുട്ടിയെ വീണ്ടെടുക്കൽ, ഇത് രണ്ടും ആലോചിച്ച് ഒരു ഗെയിം കൂടി ഒന്നിച്ച് കൂട്ടായി കളിച്ച് മടങ്ങാമെന്ന് കരുതി ചെയ്തു പോയതാണ് പാവം. എന്നാൽ ആ ഗെയിം ഒരുപക്ഷെ കൂടെയുള്ളവരെ കൊല്ലുന്ന ഒന്നായാൽ എന്ത് ചെയ്യുമെന്ന് ജീഹന് സ്വന്തം ജീവിതത്തിലെ ഏറ്റവും വലിയ ട്രോമയ്ക്ക് കാരണവും അന്ന് അങ്ങനെ നടന്നതാണ് താനും. യങ്സിക്കിനോട് ഇനി അടുത്ത് പോലും വന്നേക്കരുതെന്ന് അവൻ്റെ അമ്മ. എന്നാൽ അവന് 100 മില്യണോളം കടം മല പോലെ മുന്നിൽ നിൽക്കുവാണ്. ഞാൻ മരിക്കുന്നതിലല്ല, നീ മരിക്കുന്നത് കാണാനുള്ള ത്രാണിയില്ലെന്ന് പറഞ്ഞ അമ്മ ഒരേ സെൻറ്റി. കുഞ്ചുവിൻ്റെ കാര്യം നോക്കിയാൽ ഇനിയും സർജറിക്കായി നിറയെ പണം ആവശ്യം. മാത്രമല്ല യാതനകൾ ഏറെ അനുഭവിച്ച് ജന്മസ്ഥലത്ത് നിന്നും തായ്ലൻഡിലേക്ക് പോയി സെറ്റിലാവാനുള്ള പ്ലാനും. അങ്ങനെ ഓരോ തീരുമാനങ്ങൾക്കും അതിൻ്റെ റീസൺ ഓരോരുത്തരും പങ്കുവെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്രാവശ്യം വീട്ടിലേക്ക് പോകാൻ വോട്ട് ചെയ്ത ലീ ബാത്റൂമിൽ നിൽക്കുന്നതുകൊണ്ട് വീണ്ടും കുടിയാനെത്തിയിരിക്കുകയാണ് താനോസ്. പോകാൻ വോട്ട് ചെയ്താൽ തനിക്ക് തരാനുള്ള ക്യാഷ് വേറെ എവിടെ നിന്ന് ഒപ്പിക്കുമെന്ന് ചോദിച്ചുകൊണ്ട്. എന്നാൽ ഇത്തവണ ലീയും എതിർത്ത് സംസാരിക്കുന്നതിനെ തുടർന്ന് താനോസ് കയറി പിടിക്കുന്ന നേരം അവിടേക്ക് ആ സമയം എത്തുന്ന ഇൻഹോയെ കണ്ടപാടെ നീ ഓർത്തോ എന്ന് പറഞ്ഞ് അവിടെ വിടുന്നു. ലീയുടെ കാര്യം നോക്കിയാൽ കടബാധിത മൂലം പാവം ആദ്യ ഇലക്ഷനിൽ നിൽക്കാനായി വോട്ട് ചെയ്തു. എന്നാൽ തൻ്റെ എക്സ് ഗർഭിണിയാണെന്നറിഞ്ഞതിന് ശേഷം അടുത്ത ഇലക്ഷനിൽ വീട്ടിലേക്ക് പോകാനുള്ള വോട്ടും. അങ്ങനെ എല്ലാവരും ഉറങ്ങാനുള്ള സമയമായിരിക്കുന്നു.
ജീഹൻ തൻ്റെ അനുഭവം വെച്ച് രാത്രി ഏത് നിമിഷവും ഒരു അറ്റാക്ക് ഉണ്ടായേക്കാമെന്നും മരണപ്പെടുന്നതനുസരിച്ച് പ്രൈസ് മണി കൂടുമെന്നുള്ളത് കൊണ്ട് ഏറെ ശ്രദ്ധ വേണമെന്നും പറഞ്ഞ് മെത്തയെല്ലാം തറയിലിട്ട് കട്ടിലിനടിയിലിട്ട് മാറി മാറി ഓരോരുത്തരായി ഉണർന്ന് കാവിലിരിക്കാൻ കൂട്ടരുമൊത്ത് പ്ലാൻ ചെയ്യുന്നു. രാത്രി വൈകി ടോയ്ലറ്റിൽ പോകാനൊരുങ്ങുന്ന ഗുംജിയോട് ഈ സമയം ഒറ്റയ്ക്ക് പോകേണ്ടെന്നും സേഫായി തോന്നുന്നില്ലെന്നും യാങ്സിക്. അവരുടൻ തലമുടി കെട്ടിയിട്ടുള്ള വടിയിൽ നിന്നും ഒരു കൊച്ചു കത്തിയെടുത്ത് കാണിക്കുന്നു. അപ്പോൾ അവരും മുമ്പ് സേബിയൊക്കെ ചെയ്ത അതേ പണി ചെയ്തിരിക്കുകയാണ്. അങ്ങനെ പോകാൻ നേരം ജുൻഹിയും എത്തി കാവൽക്കാരോട് തുറക്കാൻ പറയുമ്പോൾ അനുവാദമില്ലെന്ന് കർശനമായി പറയുന്നത് കണ്ട് ഗുംജ വായിട്ടടിക്കുന്നത് സഹിക്കവയാതെ തുറന്നു കൊടുക്കുമ്പോൾ ഇത്തവണ സെയ്ബോക്കിനെ പോലെ കുഞ്ചു അപ്രതീക്ഷിതമായി എനിക്കും പോകണമെന്ന് പറഞ്ഞു വരുന്നു. കാവലിരിക്കുന്ന ജീഹനോട് ജമ്പൻ എഴുന്നേറ്റ് കുറച്ച് റെസ്റ്റ് എടുക്കാനും ഇനി ഞാൻ കാവലിരിക്കാമെന്ന് പറയുന്നെങ്കിലും ഉറക്കം വരുന്നില്ലെന്ന് പറഞ്ഞിരിക്കുന്നതിനെ തുടർന്ന് ഇരുവരും അവരുടെ ഒരുമിച്ചുള്ള മൊമെന്റ്സിനെ കുറിച്ച് പങ്കുവച്ചിട്ട് നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ വീണ്ടും ഇവിടേക്ക് വരുന്നതിന് പകരം നല്ലൊരു അടിപൊളി ജീവിതം ജീവിച്ചേനെ ജമ്പൻ. ഇതിന് മറുപടിയായി ജീഹന്റെ മറ്റൊരു ചോദ്യം, ഞാൻ മരിച്ചാൽ മാത്രം നിനക്ക് വന്നു ചേരുന്ന പണം കൊണ്ട് നിനക്കൊരു നല്ല ജീവിതം ജീവിക്കാൻ കഴിയുമോ? ഇതെല്ലാം കേട്ട് ഇൻഹോ കിടക്കുമ്പോൾ ബാത്റൂമിലിരുന്ന് പേടിച്ച് കരയുന്ന ജുൻഹിയെ സമാധാനപ്പെടുത്തുന്ന ഗുംജയും കുഞ്ചുവും. വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ ആ രാത്രി കടന്നു പോകുമ്പോൾ അടുത്ത ദിവസം സകല സജ്ജീകരണങ്ങളോടും ജുൻഹോ ക്യാപ്റ്റൻ പാർക്കിനോട് 4 ദിവസത്തിനുള്ളിൽ ദ്വീപ് കണ്ടുപിടിച്ചിരിക്കണമെന്ന മിഷനിൽ ദൗത്യം തുടങ്ങുമ്പോൾ പുതിയ ഗെയിമിലുള്ള സംഗീതം മുഴങ്ങുകയായി. അടുത്ത ബില്ലെടുക്കുന്ന താനോസിനെയും നാങ്കുനെയും നോക്കി നിൽക്കുന്ന മിൻസുവിനോട് സേമി ആ പരിപാടിയിലേക്ക് പോയാൽ പിന്നെ ഒരു തിരിച്ചുവരവ് ഉണ്ടാകില്ലെന്നും നിന്റെ ലോല മനസ്സിന് ഈ സ്ഥലം ചേരില്ലാത്തതുകൊണ്ട് തന്നെ ഈ ഗെയിം കഴിഞ്ഞ ഉടനെ നമുക്ക് വീട് പിടിക്കാമെന്ന് പറഞ്ഞ് പോകുമ്പോൾ എന്തോ മനസ്സിൽ കരുതി നോളും തോക്കുമെല്ലാം എടുത്ത് സംഘത്തോടൊപ്പം റെഡിയാവുകയാണ്. അങ്ങനെ ശേഷിക്കുന്ന 225 പ്ലേയേഴ്സ് പുതിയ ഗെയിം അറീനയിലേക്ക് കടന്നിരിക്കുന്നു. മിങ്കിൾ, അതാണ് ഈ റൗണ്ടിലെ ഗെയിമിൻ്റെ പേര്. മത്സരാർത്ഥികളെല്ലാം നടുവിലായുള്ള കറങ്ങുന്ന പ്ലാറ്റ്ഫോമിലേക്ക് കയറി നിൽക്കുക. ഗെയിം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പ്ലാറ്റ്ഫോം കറങ്ങി തുടങ്ങും. തുടർന്നൊരു നമ്പർ വിളിച്ചു പറയുന്നതിന് പിറകെ അത്രയും പേരുള്ള ഒരു സംഘമായി ചുറ്റുമുള്ള കൊച്ചു മുറികളിലായി കയറി കഥകടച്ച് നിൽക്കണം 30 സെക്കൻഡിനുള്ളിൽ. ഇക്കളി എങ്ങനെ കളിക്കണമെന്ന് പ്ലാൻ ചെയ്യുകയാണ് ഓരോ ടീമുകളും. നമ്പർ 5 വന്നാൽ എല്ലാവർക്കും ഒരുമിച്ച് റൂമിൽ കയറാം. അതിൽ കൂടുതലാണെങ്കിൽ മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരും. എന്നാൽ കുറവാണെങ്കിൽ അതൊരു പ്രശ്നമാണ്. എങ്ങനെ വന്നാലും ആരും ടെൻഷനൊന്നും കൂടാതെ കളിക്കണമെന്ന് ഇൻഹോ ധൈര്യം കൊടുത്തും പരസ്പര വിശ്വാസം വേണമെന്ന് കുഞ്ചു ആവർത്തിച്ചുമെല്ലാം ഗെയിം ആരംഭിക്കുകയാണ്. നല്ലൊരു കാച്ചി ചൈൽഡ് സോങ്ങും പ്ലേ ചെയ്ത് കറങ്ങുന്ന കുതിരകളുടെ ശില്പമടങ്ങിയ പ്ലാറ്റ്ഫോം. മുറിയിലേക്ക് ഓടിക്കയറാൻ അതിൽ തയ്യാറായി നിൽക്കുന്ന മത്സരാർത്ഥികളും. എന്താണ് ഇനി സംഭവിക്കുക? കറക്കം നിന്നുടനെ മ്യൂസിക് നിർത്തിയിട്ട് ആദ്യ നമ്പർ പറയുവാണ് 10. മൊത്തം 10 പേരായിട്ട് ഒരു റൂമിലേക്ക് കയറുക. എല്ലാവരും ആളെ കൂട്ടാനുള്ള തിടുക്കത്തിലും വെപ്രാളത്തിലും. ജീഹനും ഇൻഹോയും കാങ്ങും ജുൻഹിയും ജുംബനും അടക്കം 5 പേർ. ഇനി 5 പേരുടെ വേണം. തൊട്ടടുത്ത് നിൽക്കുന്ന കുഞ്ചുവിനെ വിളിക്കുമ്പോൾ അവർ 4 പേരും. ഇനി ഒരാളും കൂടെ ആയാൽ ഓക്കെ. ഒറ്റയ്ക്ക് മാറി നിൽക്കുന്ന മന്ത്രവാദിനെ പോയി കുഞ്ചു പിടിക്കുന്നതോടെ 10 പേരെ റൂമിലേക്ക് ഓടി കയറുവാണ്. ടൈം ഔട്ട് ആവുന്നതും എല്ലാ റൂമുകളും ലോക്ക് ആവുന്നതിന് പിറകെ നോക്കുമ്പോഴോ മുറിക്ക് പുറത്ത് നിൽക്കുന്നവരെല്ലാം ചറപറ വെടിവെക്കുന്ന ചുവന്ന പടയാളികളും. അപ്പോൾ ഗെയിമിൻ്റെ രീതി ഏകദേശം എല്ലാവർക്കും പിടികിട്ടിയിരിക്കുവാണ്. അങ്ങനെ അടുത്ത പല നമ്പറുകളിലായി സ്പ്ലിറ്റ് ആയിക്കൊണ്ടിരിക്കെ ആള് തികയാതെ റൂമിൽ കയറി ആരും അറിഞ്ഞില്ലെന്ന് കരുതി നിൽക്കുന്നവരെ കൊന്നുമൊക്കെ മൊത്തത്തിൽ ഒരു ചോര കളമായിരിക്കെ വല്ലാത്തൊരു ഡിസ്റ്റർബിംഗ് മൊമെന്റ് ഉണ്ടാവുന്നത് ഗുംജയ്ക്കാണ്. മകൻ യോങ്സിക്കുമായി പിരിയാതെ തന്നെ നിൽക്കവേ 3 പേരായി മുറിയിലേക്ക് കയറേണ്ട അവസ്ഥ വരുന്നതും വേറെ 2 പേർ വന്നവനെ പിടിച്ചു വലിച്ചുകൊണ്ട് പോകുമ്പോൾ അത് വല്ലാത്തൊരു ഷോക്ക് ഇരുവർക്കും. ഗുംജ സ്റ്റക്കായി തന്നെ നിൽക്കവേ കൃത്യസമയത്ത് ജീഹനും ഇൻഹോയും വന്നവരെ കൂട്ടിക്കൊണ്ടു പോകുന്നു. അങ്ങനെ 3 പേരായി റൂമിൽ കയറി സേഫ് ആകുമ്പോഴും ഗുംജയുടെ മനസ്സ് ആ നടന്നതിൻ്റെ ഷോക്കിലും. മറ്റു 2 പേരും അവൻ ഇട്ടിട്ട് പോയതിനെക്കുറിച്ച് ചോദിക്കുന്നതിലും ഗുംജ ചൂടാവുന്നത് എൻ്റെ മകൻ എന്നെ ചതിക്കില്ല, അവൻ അത്രക്കാരനല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. തിരികെ ഇറങ്ങുന്നതും യോങ്സിക്കും വന്ന് കരഞ്ഞ് മാപ്പ് ചോദിച്ച് ഇനി ഒരിക്കലും പിരിയില്ലെന്ന് കൈ മുറുക്കെ പിടിച്ചങ്ങനെ മത്സരം തുടരുമ്പോൾ കുഞ്ചുവിൻ്റെ മനസ്സിലുണ്ടാകുന്ന വലിയ നോവ് മുമ്പത്തെ ഗെയിമിലൂടെ അടുത്ത പേടിത്തൊണ്ടിയായ പാവം യോങ്മിയുടെ മരണവും. ഒരുമിച്ചൊരു സംഘമായി മുറിയിലേക്ക് കയറാനോടവേ തട്ടിവീണു പോകുന്ന അവൾ എഴുന്നേറ്റ് ഓടി വന്ന് കയറുന്നതിന് തൊട്ട് മുൻപേ വന്ന് കയറി കഥ അടയ്ക്കുന്നാകട്ടെ ലീമ്യൂങ്കിയും. പിന്നാലെ ടൈം ഔട്ട് ആവുന്നതും വാതിലിന് പുറത്തു വന്ന് നിൽക്കുന്ന യോങ്മി ഇവരുടെ കൺമുൻപിൽ വെച്ചാണ് വെടികൊണ്ട് തീരുന്നത്. കുഞ്ചു സകല കൺട്രോളും പോയി മീങ്കോയുടെ ദേഷ്യം കൊണ്ട് വിറയ്ക്കുന്നതിലും അവൻ തക്ക സമയത്ത് വന്ന് കയറിയത് മൂലമാണ് ഇപ്പോൾ ബാക്കിയുള്ളവരും ജീവനോടെ ഉള്ളത് എന്ന് ബോധ്യം വരുത്തിയും കൂടുള്ള ജുൻഹി അതിനെ ശരിവെച്ചും ആ അവസരം കടന്ന് ഇതിനിടയ്ക്ക് മറ്റൊരു റൗണ്ടിൽ സംഘം ചേർന്ന് റൂമിൽ നിൽക്കവേ ആ മന്ത്രവാദിനെ ജുൻഹിക്ക് വയറ്റിലുള്ളതായി മനസ്സിലാക്കുന്നുണ്ട്. അടുത്ത നിമിഷം അവരുടെ കണ്ണു നേരെ ജീഹനിലേക്ക് പോയി അയാളെ നോക്കി പറയുന്നതാകട്ടെ, അപ്പോൾ നിങ്ങൾ ഇത്രയും കാലം മരിക്കാതിരുന്നതിന് ഒരു കാരണമുണ്ടായിരുന്നു, വീണ്ടും ഇവിടേക്ക് എത്തിച്ചതിൻ്റെയും കാരണം അതാണ്. അവരെന്തോ വാലും തലയുമില്ലാത്ത പോലെ വട്ട് പറഞ്ഞതാണെന്ന് അപ്പോൾ തന്നെ വകവയ്ക്കാതെ തള്ളിക്കളഞ്ഞ് അങ്ങനെ റൗണ്ടുകൾ കടന്നു പോകവേ മന്ത്രവാദിനെ കൂട്ടാതെ ഒരു തവണ പോകുന്നതോടെ അവർക്കും വിരോധമുണ്ടാവുന്നു. താനോസും കൂട്ടാളിയും പതിവ് പോലെ ഡ്രഗ് അടിച്ച് കൂളായ കളിയാണ്. കൂടെ നിൽക്കുന്നവരെ ആവശ്യത്തിന് കൂടെ കൂട്ടിയും തള്ളിക്കളഞ്ഞുമൊക്കെ. അങ്ങനെ ലാസ്റ്റ് റൗണ്ടിൽ എത്രയായിരിക്കുമെന്ന് ആലോചിച്ച് നിൽക്കെ ഇൻഹോ കൃത്യമായി പറയുന്നു 2. കാരണം 126 പ്ലെയേഴ്സ് ശേഷിക്കുന്നുണ്ട്, 50 റൂമുകളുമുണ്ട്. 100 പേരെ കഴിച്ച് ബാക്കിയുള്ളവരെ എലിമിനേറ്റ് ചെയ്യുമെന്നുള്ള പ്രൊഡിക്ഷൻ കേട്ട് നിൽക്കുന്നതും പറഞ്ഞ പോലെ 2 പേരുന്ന അനൗൺസ്മെൻറ്റും വരുന്നു.
അവരുടൻ തന്നെ സ്പ്ലിറ്റായി ഇൻഹോ ജുംബനുമൊത്ത് ഒരു റൂമിൽ കയറുന്നതും അതിലൊരുവൻ ഇറങ്ങിപ്പോടാന്ന് പറഞ്ഞിട്ടും അവൻ ഇറങ്ങുന്നില്ല. സെക്കൻഡുകൾ ശേഷിക്കെ ജുംബൻ കാണുന്നതോ അവനെ കഴുത്ത് നെരിച്ച് അതിൽ തന്നെ കൊന്നിടുന്ന ഇൻഹോയെയും. ടൈം ഔട്ട് ആവുന്നതും മറ്റവൻ മരിച്ചോടെ കൃത്യമായി രണ്ടുപേർ ഒരു റൂമിൽ. പുറത്തിതേ സമയം ഈ സ്ക്വിഡ് ഗെയിം ഹെഡ്ക്വാർട്ടേഴ്സ് കണ്ടുപിടിക്കാനുള്ള പ്രയത്നത്തിൽ ജുൻഹോ ഒരു ഡ്രോൺ വെച്ച് നിരീക്ഷണം നടത്തുന്ന വഴി ഒരു അണ്ടർഗ്രൗണ്ടിലേക്കുള്ള വാതിൽ കാണുന്നു. കുറച്ച് സംഘങ്ങളെ അങ്ങോട്ടേക്ക് ജാഗ്രതയോടെ പറഞ്ഞുവിട്ട് അത് തുറക്കുന്നതും ഒരു ട്രാപ്പാണ്. ഡോറിൽ ഘടിപ്പിച്ചിരുന്ന ഒരു ബോംബ് പൊട്ടിത്തെറിച്ച് ഒരുത്തൻ കൊല്ലപ്പെടുന്നു. അങ്ങനെ ഗെയിം പൂർത്തിയാക്കി തിരികെ ഡോമിലെത്തുമ്പോൾ ജീഹന്റെ പ്രധാന നേട്ടം ബോട്ടിങ്ങിൽ ഗെയിം നിർത്താൻ പറഞ്ഞ എത്ര പേർ ജീവനോട് തിരിച്ചെത്തിയെന്നാണ്. അങ്ങനെ വീണ്ടും അടുത്ത ബോട്ടിങ്ങിലേക്ക് എത്തുമ്പോൾ ചിലരുടെ മനസ്സ് മാറുന്നതായി കാണുന്നു, മിൻസു ഉൾപ്പെടെ. അവനെ താനോസും കൂട്ടാളിയും ചേർന്ന് ചാക്കിട്ട് ഗെയിം തുടരാനുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യണമെന്ന് പറഞ്ഞ് വിട്ടെങ്കിലും അതിനെതിരായാണ് വോട്ട് ചെയ്തത്. കാരണം മിങ്കിൾ ഗെയിം വഴി അവന് തന്നെ മനസ്സിലായി അവറ്റവളുടെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണ് മിൻസുവിനെ എന്ന്. അങ്ങനെ കട്ടയ്ക്ക് നിൽക്കുന്ന വോട്ടിങ്ങിൽ ഒടുവിൽ ഇൻഹോ മാത്രം ശേഷിക്കെ അയാൾ വോട്ട് ചെയ്താലും സമനിലയിൽ ഒതുങ്ങേണ്ടി വരുമെന്നുള്ള സിറ്റുവേഷനിൽ നിൽക്കെ ജുംബന് ഇൻഹോയുടെ മേൽ ചില സംശയങ്ങൾ വരുന്നു. കാരണം മുമ്പ് വരെ ഒരു സമാധാന ഭാവത്തോടെ കൂടെ നിന്നയാൾ കഴിഞ്ഞ ഗെയിമിൽ ഒരു പ്ലെയറെ കഴുത്ത് ഞെരിച്ച് കൊന്നത് കണ്ട് അതുവഴി ഉണ്ടായ സംശയം ജുംബൻ ജീഹനോട് പറയാൻ തുടങ്ങുന്നതിലും ഇൻഹോ വോട്ടിംഗ് സമനിലയിലാക്കുന്നതോടെ ആ വിഷയം വിടുന്നു. സമനിലയായതുകൊണ്ട് തന്നെ അടുത്ത ദിവസം ഒരു റീവോട്ടിംഗ് സംഘടിപ്പിക്കുമെന്ന് അറിയിച്ച് പിരിച്ചുവിടുമ്പോൾ ഗെയിം വേണ്ടെന്നും വേണമെന്നും പറഞ്ഞ് നിൽക്കുന്നവരായി ചേരി തിരിഞ്ഞ് സന്ദർഭം നല്ല രീതിയിൽ ചൂടേറുന്നു. അങ്ങനെ ഇരിക്കെ ബാത്റൂമിൽ വെച്ച് മിൻസു എതിർത്ത് വോട്ട് ചെയ്തതിനെ ചോദ്യം ചെയ്ത് ഭീഷണിപ്പെടുത്തുന്ന താനോസിനെ കണ്ട് അവിടേക്ക് എത്തുന്ന മ്യൂങ്കി കയറിയുടക്കി ആ സമയത്ത് അവിടെയുള്ള റെഡ് സംഘത്തെ വിളിച്ചുകൂട്ടി തർക്കമാവുമ്പോൾ ഇവിടെ ജീഹൻ രാത്രി കഴിക്കാൻ തന്ന ആഹാരത്തിൻ്റെ കൂടെ കാണുന്ന ഒന്ന്, ഒരു ഫോർക്ക്. മുമ്പൊരിക്കൽ ആഹാരത്തോടൊപ്പം കത്തിവെച്ച പോലുള്ള അതേ പദ്ധതി. എല്ലാവരും തമ്മിൽ പരസ്പരം ഫോർക്ക് വെച്ച് കുത്തി ഒരു കലാപം സൃഷ്ടിക്കാൻ മനഃപൂർവ്വം ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കുമ്പോൾ ബാത്റൂമിലെ രൂക്ഷമായ തർക്കത്തിലൂടെ അത് നടന്നിരിക്കുന്നു. താനോസിനെ ഫോർക്ക് വെച്ച് മ്യൂങ്കി കുത്തുന്നതോടെ അത് തുടങ്ങിയിരിക്കുകയാണ്. പുറത്തായി ഈ നടക്കുന്നതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ കാവൽക്കാരും. താനോസിന്റെ കഴുത്ത് കയറി ചോര മ്യൂങ്കിയുടെ മുഖത്ത് തെറിച്ചങ്ങനെ അവിടെ വെച്ച് തന്നെ 5 പേർ മരിക്കുന്നു. ഇവർ എലിമിനേറ്റ് ആയെന്ന് അനൗൺസ് ചെയ്ത് പിഗ്ഗി ബാങ്കിലേക്ക് വീണ്ടും പണമെന്നറിയുമ്പോൾ ഹോളിലുള്ളവർക്ക് ഇതെന്താ സംഭവിച്ചെന്ന് പിടികിട്ടുന്നില്ല. അങ്ങനെ ബാത്റൂമിൽ നിന്ന് ചോരക്കറയുമായി വരുന്നത് കണ്ട് കാര്യങ്ങൾ അറിയുന്നവടെ പിന്നാലെ ഇരു സംഘവും തമ്മിൽ വലിയൊരു അകൽച്ച തന്നെ ഉണ്ടാവുന്നു. മരിച്ച 5 പേരിൽ 3 പേർ ഗെയിം തുടരാൻ വോട്ട് ചെയ്തവരാണ്. അതുകൊണ്ട് തന്നെ രാത്രി ലൈറ്റ് ഓഫ് ആകുമ്പോൾ ഒരു കലാപം നടക്കുമെന്ന് ജീഹൻ ഏകദേശം മനസ്സിലാവുമ്പോൾ ശക്തമായുള്ള മഴയിലും കാറ്റിലും ബോട്ടിൽ വെച്ച് ക്യാപ്റ്റൻ പാർക്ക് ഡ്രോണിൽ എന്തോ കിടുതാപ്പ് ഒപ്പിക്കുന്നത് കാണുന്ന ഒരുവൻ വന്ന് കാര്യം തിരക്കി സംശയിക്കുന്നതും അടുത്ത നിമിഷം കാണുന്നത് ഈ പാർക്ക് അവനെ കുത്തി കുത്തി അവശനാക്കി കടലിലേക്ക് തള്ളിയിടുന്നത്. അപ്പോൾ ക്യാപ്റ്റൻ പാർക്ക് ഒരു വില്ലനായിരുന്നു എന്നിവിടെ തെളിയുകയാണ്. അതായിരുന്നു കക്ഷിക്ക് അവരുടെ പ്ലാൻ എന്താണെന്നറിയാൻ തിടുക്കം കാണിച്ചുകൊണ്ടിരുന്നത്. ഉസാക്ക് ശബ്ദം കേട്ടെത്തുന്നതിലും ബോട്ടിലിരുന്ന കണ്ടെയ്നർ തെറിച്ചു പോയതാണെന്ന് പറഞ്ഞ് ഡീൽ ചെയ്യുന്നു. വിചാരിച്ച പോലെ തന്നെ ലൈറ്റ് അണയുന്നതും അവിടെ ഭീകരാന്തരീക്ഷമാവുകയാണ്. ഗെയിംസ് കൺട്രോൾ ചെയ്യുന്നവർക്ക് ഇതൊരു സ്പെഷ്യൽ ഗെയിമാണ്. സെക്യൂരിറ്റീസിന് തയ്യാറാവാനുള്ള നിർദ്ദേശം ലഭിച്ച് അവിടെ ഒരു കൊച്ചു സംഘമായി റെഡിയാകവേ നമ്മൾ കാണുന്നത് ജീഹനും ഇൻഹോയും മറ്റു ചിലരും കട്ടിലിനടിയിലായി ഒളിച്ചിരിക്കുകയാണ്. ജീഹന്റെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ഈ കലാപം തുടങ്ങി അധികം വൈകാതെ നിർത്തിക്കാനായി കാവൽക്കാരവിടെ എത്തും. ഈ സമയം അവരുടെ കയ്യിൽ നിന്ന് തോക്ക് കൈകലാക്കി വെടിവെച്ചിട്ട ശേഷം പുറത്തേക്ക് കടക്കുക. ഗെയിം കൺട്രോളിംഗ് ചെയ്യുന്ന മാസ്ക്മാനിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് എത്തി പ്രധാനിയെ വകവരുത്തി ഇതെല്ലാം എന്നതേക്കുമായി നിർത്തുക. ആ പ്രധാനിയായ ഇൻഹോയോടാണ് ഈ പ്ലാൻ ജീഹൻ പറയുന്നതെന്ന് മറക്കരുത്. പ്ലാൻ കേൾക്കുന്ന ഇൻഹോ അപ്പോൾ നമ്മൾ മറഞ്ഞിരിക്കുന്ന വഴി സംഘത്തിലെ ബാക്കിയുള്ളവരെ കൊലയ്ക്ക് കൊടുക്കുമല്ലേ എന്നുള്ള ഒരു കുത്തി ചോദ്യത്തിന് വല്ലാതെയാണെങ്കിലും ജീഹൻ നമ്മൾക്ക് കുറച്ച് സാക്രിഫൈസ് ചെയ്യേണ്ടി വരുമെന്ന് പറയുന്നു. അങ്ങനെ കലാപത്തിനിടയിലേക്ക് ഗാർഡ്സ് എത്തി മരിച്ചവരെ സ്പോട്ട് ചെയ്യുന്നതും ജീഹൻ സംഘവും അവരെ ബന്ദികളാക്കി തോക്ക് കൈക്കലാക്കുവാണ്. എന്നിട്ട് ഓരോരുത്തരെയും ആക്രമിച്ച് കൊല്ലുന്നതൊക്കെ കൺട്രോളർ കണ്ട് നിൽക്കുന്നവരോട് പെട്ടെന്ന് തിരിച്ചിറങ്ങാൻ പറയുന്നതിന് പിറകെ അവിടെ തങ്ങിപ്പോകുന്ന ഒരുത്തിനെ പിടിച്ച് അവൻ വഴി ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് എത്താനുള്ള ഒരു വഴി കൂടി തെളിയുന്നു. ചുറ്റുമുള്ള ക്യാമറാസൊക്കെ തകർത്ത് ശേഷിക്കുന്ന പ്ലേയേഴ്സിനോടായി മാസ്ക്മാനെ കണ്ടെത്തി കളി എന്നതേക്കുമായി ഇല്ലാതാക്കാൻ ഉള്ള ദൗത്യത്തിനായി വിളിക്കുന്നതിലും മിക്കവർക്കും അതിൽ പേടി. ഒടുവിൽ കുറച്ച് പേര് വരുന്നത് വെച്ച് കാവൽക്കാരുടെ പോക്കറ്റിൽ നിന്നും അത്യാവശ്യം വെടിയുണ്ടകളും വോക്കി ടോക്കിയും ഒക്കെ എടുത്ത് ഒരിക്കൽ ആർമിയിലായിരുന്ന കുഞ്ചുവിൻ്റെ തോക്ക് ഉപയോഗിക്കാനുള്ള പെട്ടെന്നുള്ള ശിക്ഷണമൊക്കെ കഴിഞ്ഞ് മെല്ലെ ആ കിട്ടിയ കാവൽക്കാരനെ വെച്ച് ടാർഗറ്റിലേക്ക് നീങ്ങുന്നെങ്കിലും മറ്റു കാവൽക്കാരെത്തി ഇവരെ ആക്രമിക്കുന്നു. ആക്രമണത്തിൽ മറഞ്ഞിരുന്നും വെടിവെച്ചുമൊക്കെ ഓരോരുത്തരെ കൊല്ലുമ്പോൾ കൂട്ടത്തിലുള്ളവരും കൊല്ലപ്പെട്ടൊടുവിൽ വെടികൊണ്ട് തീരാറാകുമ്പോൾ തിരികെ ഡോമിലേക്ക് പോയി അവിടെ കിടക്കുന്നവരുടെ പോക്കറ്റിൽ നിന്ന് ശേഷിക്കുന്ന മാഗസീനുകളും കൂടി എടുത്തിട്ട് വരാൻ നിയോഗിക്കുന്നതാകട്ടെ ക്യാങ്ങിനെ. സംഭവം മറയിലൊക്കെ ആയിരുന്നെങ്കിലും വെടിവെച്ചൊക്കെ കേട്ട് കിടുങ്ങി വിറയ്ക്കുവാണ് അവൻ. ഒരു തരത്തിൽ ഡോമിലെത്തി വിറയലോടെ മാഗസീനെല്ലാം പെറുക്കിയെടുത്ത് മൂടിക്കെട്ടി പുറത്തേക്കെത്തി നിൽക്കുന്നതും അകലുള്ള വെടിവെച്ചുകൾ കേട്ട് അവൻ്റെ പോകാനുള്ള ധൈര്യം അവിടെ തീരുന്നു. ഇടയ്ക്ക് വെച്ച് കൺട്രോൾ സെൻറ്ററിൻ്റെ അടുത്തെത്താറാകുമ്പോൾ അവർ പിടികൂടി വെച്ചിരുന്ന ആ കാവൽക്കാരനെയും മറ്റുള്ളവർ കൊല്ലുന്നു. നിയന്ത്രിക്കുന്നിടത്തേക്ക് കയറാൻ മാസ്കിൻ്റെ റെക്കഗ്നീഷൻ സെക്യൂരിറ്റി സിസ്റ്റത്തെക്കുറിച്ച് അവൻ കൊല്ലപ്പെടുന്നതിന് തൊട്ടുമുന്നേ പറഞ്ഞതുവഴി മനസ്സിലാക്കി ആ മാസ്കും എടുത്ത് ജീഹൻ ജുംബനോടൊത്തും ഇൻഹോ മറ്റു 2 പേർക്കൊപ്പവും സ്പ്ലിറ്റായി ഏകദേശം അടുത്തുവരെ എത്തുമ്പോഴാണ് കളി മാറുന്നത്. അത്രയും നേരം പിടിച്ചു നിന്ന ഇൻഹോ കൂടെ നിൽക്കുന്ന 2 അവന്മാരെയും പിന്നിൽ നിന്ന് വെടിവെച്ച് കൊന്ന ശേഷം
ജീഹനെ അത് വോക്കി ടോക്കിലൂടെ കേൾപ്പിക്കുമ്പോൾ അയാൾ കരുതുന്നതോ ഇൻഹോയ്ക്ക് എന്തോ സംഭവിച്ചതായും. ഇൻഹോ എല്ലാം തീർക്കാൻ സമയമായി എന്ന് പറഞ്ഞ് കയറി പോകുമ്പോൾ വെടിയുണ്ടയുമായി വരാൻ പറഞ്ഞു വിട്ട കാങ്ങിനെ കാണാഞ്ഞ് കുഞ്ചു തിരികെ ഹോളിലേക്ക് വന്ന് നോക്കുമ്പോഴോ ഒരു മൂലയ്ക്ക് പേടിച്ചു വിറച്ചിരിക്കുകയാണ് അവൻ. കുഞ്ചു ഉടൻ തന്നെ പോയി ആ വെടിയുണ്ടകൾ പിടിച്ച് വാങ്ങുന്നതും അവിടേക്ക് കാവൽക്കാരുടെ ഒരു സംഘമെത്തി എല്ലാവരെയും തോക്ക് ചൂണ്ടി അനങ്ങരുതെന്ന് പറഞ്ഞ് ഫ്രീസാക്കുന്നു. കുഞ്ചു തോക്ക് നിറച്ച് എഴുന്നേൽക്കാൻ തുനിയുന്നതും ഗുംജ പിടിച്ചു നിർത്തുന്നു. കാരണം ആ ആവേശത്തിൽ കുഞ്ചു ഒറ്റയ്ക്ക് അത്രയും പേരുടെ മുട്ടുന്നത് അബദ്ധമാണ്. ഒടുവിൽ വെടിയുണ്ട കാലിയാവുന്നതോടെ എല്ലാവരും സറണ്ടർ ആവുകയാണ്. എന്നാൽ അടിയറവ് വയ്ക്കുന്നവരെ വേറൊന്നും നോക്കാതെ കൊല്ലുന്നു. വയ്യാത്ത കുട്ടിയുടെ അച്ഛനായ പ്ലെയർ 246ന്റെ അടുക്കലും ഒരു ട്രയാങ്കിൾ മാസ്ക് ധരിച്ച സുപ്പീരിയർ ഗാർഡ് വന്ന് വെടിവെക്കുന്നു. അയാൾ മരിച്ചോ എന്നത് ക്ലിയർ അല്ല. പക്ഷേ ആ മാസ്ക് ധരിക്കാറുള്ള നോളാണ് ഇപ്പോൾ വെടിവെച്ചിരിക്കുന്നത്. അതും വലതുകാലിലേക്കാണെന്ന് ആ തോക്കിന് നിൽപ്പാണ്ട് ഊഹിക്കാം. ജീഹനും ജുംബനും അതേപോലെ തന്നെ വേറെ വഴിയില്ലാതെ കീഴടങ്ങി നിൽക്കുമ്പോൾ അതാ മുമ്പിൽ എത്തിയിരിക്കുകയാണ് ഫ്രണ്ട്മാൻ. ജീഹൻ നോക്കിയെങ്ങനെ നിൽക്കെ അയാൾ തോക്ക് ചൂണ്ടിയിട്ട് പറയുന്നതോ, നിന്റെ ഈ ഹീറോ കളിക്ക് കിട്ടിയ ഫലം എന്താണെന്നറിയണ്ടേ? ഇതും പറഞ്ഞ് ജുംബന് നേരെ തോക്ക് പിടിച്ച് നെഞ്ചിലേക്ക് വെടിവെക്കുന്നു. സ്വന്തം കൂട്ടുകാരൻ മുന്നിൽ കിടന്ന് മരിച്ച ആ ഷോക്കിൽ അലറിക്കറിയുന്ന ജീഹനെ കീഴ്പ്പെടുത്തുന്ന ആ സന്ദർഭത്തിൽ സീസൺ നിർത്തിയപ്പോൾ മാസങ്ങളായി കാത്തിരുന്ന ചോദ്യങ്ങൾക്കുള്ള മറുപടി ലഭിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രം. എന്തായാലും ഒരു ഹാപ്പി എൻഡിങ് ആയിരിക്കില്ല സ്ക്വിഡ് ഗെയിമിനെന്ന് അതുമായി ബന്ധപ്പെട്ടവർ തന്നെ പറയുമ്പോൾ കുറച്ചു നേരം കൂടി കാത്തിരിക്കാം ജുൻഹിയുടെ കുഞ്ഞിൻ്റെയും ജീഹൻ്റെയും ഇൻഹോയുടെയും വിധി അറിയാൻ.